ഹലോ മക്കളെ, ഗുഡ് ഈവനിങ്. സോ നാളെ നമ്മുടെ ക്രിസ്മസ് എക്സാമിൽ കെമിസ്ട്രി ആണല്ലേ വരുന്നത്. നാളെ ഉച്ചക്ക് 1:30 അല്ലേ നമ്മുടെ ക്രിസ്മസ് എക്സാമിൽ കെമിസ്ട്രി എക്സാം എഴുതാൻ പോവാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ സാർ എന്ത് ചെയ്യാണ്, ഇന്നത്തെ ഈ ലൈവിൽ കെമിസ്ട്രി സെറ്റാക്കി തരാൻ പോവാണ്. നമ്മുടെ 60 മാർക്ക് അല്ലേ, അതായത് നമ്മൾ 60 മാർക്ക് എഴുതിയെടുക്കാൻ പോവാണ്. ആ 60 മാർക്ക് ഈ ലൈവിലൂടെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള പല ക്വസ്റ്റ്യൻസും, അതായത് നമ്മുടെ ആകെ 7 ചാപ്റ്റേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. എല്ലാവർക്കും അറിയാം. ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് സം ബേസിക് കോൺസെപ്റ്റ് ആണ് അല്ലേ. രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ ഓഫ് ആറ്റം. 3 ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ നേച്ചർ ആണ്. 4 കെമിക്കൽ ബോണ്ടിങ് ആണ്. 5 ഏതാണ്, തെർമോഡൈനാമിക്സ് ആണ്. 6 ഇക്വിലിബ്രിയം ആണ്. ആൻഡ് 7 ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റേഴ്സ് ആണ്. സോ ഈ 7 ചാപ്റ്ററും നമ്മൾ ഈ ഒരു ഒറ്റ ലൈവിലൂടെ അതിൻ്റെ ഏറ്റവും ക്രീമായിട്ട് ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു മക്കളെ. സോ സാറെ കൂടെ നിൽക്കണം കേട്ടോ, എല്ലാവരും സാറെ കൂടെ നിൽക്കുക. അപ്പോൾ സാറെ കൂടെ നിൽക്കുമ്പോൾ എല്ലാവരോടും ഒരു കാര്യം കൂടി പറയാനുള്ളത്, എല്ലാവരും നമ്മുടെ റാൻസിൻ്റെ +1 ചാനലൊന്നും എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാട്ടോ മക്കളെ. എല്ലാവരും നിങ്ങളെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിച്ചിട്ട് പറയാം, നമ്മൾ ക്രിസ്മസ് എക്സാമിന് കെമിസ്ട്രി സെറ്റാക്കാൻ പോവാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇത് മാത്രമേ ചോദിക്കുള്ളൂ മക്കളെ, ഉറപ്പ് നൽകുകയാണ്. ഇത് മാത്രമേ ചോദിക്കുള്ളൂ. കാരണം നമ്മൾ റെഗുലറായിട്ട് കണ്ടുവരുന്ന ഒരു ട്രെൻഡ് ഉണ്ട്. ഏത് ഹയർ സെക്കൻഡറി ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ ഒരു ട്രെൻഡ് ഉണ്ട്. അതായത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ, ചോദിക്കാറുള്ളൂ. സോ നമ്മൾ ആ ഒരു ട്രെൻഡ് ഇപ്രാവശ്യം എന്ത് ചെയ്യില്ല, നമ്മുടെ മുന്നിൽ എന്ത് ചെയ്യുക, ഒഴിവായി പോകുന്നില്ല. അതേ ട്രെൻഡ് ഈ കെമിസ്ട്രി എക്സാമിന് എന്ത് ചെയ്യും, കൂടെ തന്നെ നിലനിൽക്കും എന്നുള്ളൊരു വിശ്വാസത്തിലൂടെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാണ് ഇന്നത്തെ ഈ ലൈവിൽ എന്ത് ചെയ്യാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. യെസ്, ഇവിടെ കൊടുത്ത പോലെ തന്നെ +1 കഥ ഇവിടെ ആരംഭിക്കുകയാണ്. അത് പിക്ചർ അഭി ബാക്കി ഹേ എന്ന് പറഞ്ഞ പോലെ കഥ ഇവിടെ എന്ത് ചെയ്യാണ്, ആരംഭിക്കാൻ പോവാണ്. സോ ഫസ്റ്റ് ചാപ്റ്റർ, അതായത് ഒന്നാമതായിട്ട് നമ്മൾ പഠിക്കേണ്ട ചാപ്റ്റർ എന്ന് പറയുന്നത് സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഏതാണ്? സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി. ഇതിന്ന് ഏകദേശം ഐ തിങ്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഒരു 6 മാർക്സ് ഒക്കെ എന്ത് ചെയ്യുക, ഈ ചാപ്റ്ററിന് 6 to 8 മാർക്കൊക്കെ എന്ത് ചെയ്യുക, ഈ ചാപ്റ്ററിന് എന്ത് ചെയ്യുക, നിങ്ങളോട് ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി, കെമിസ്ട്രിയിൽ ഏറ്റവും ബേസിക് കൺസെപ്റ്റുകളാണ്. സോ ഇതിൽ ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് നേച്ചർ ഓഫ് മാറ്ററുകളെ കുറിച്ച് എന്ത് ചെയ്യാണ്ട് പഠിക്കണം. പിന്നെ ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ, ഇമ്പോർട്ടൻറ്റ് ഇതാ ഒരു സ്റ്റാർ മാർക്ക് തന്നെ ഇട്ടുതരാം. ഇമ്പോർട്ടൻ്റ് ആണ്. 5 ലോസ് ആണ് ഇതിൽ എന്ത് ചെയ്യുന്നത് പറയുന്നത് അല്ലേ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, ഗേ-ലൂസാക്ക് ലോ ആൻഡ് അവഗാഡ്രോ ലോ. ഇത് ആര് കണ്ടുപിടിച്ചു, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, അതിൻ്റെ എക്സാമ്പിൾ, അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്നും കാണാത്തവരൊക്കെ എന്ത് ചെയ്യുക, കാണാം. അടുത്തത് ഡാൾട്ടൺ അറ്റോമിക് തിയറി എന്താന്ന് പഠിക്കാനുണ്ട്. പിന്നെ അറ്റോമിക് മാസ് ആൻഡ് മോളിക്കുലാർ മാസ്, അതുമായിട്ട് ബന്ധപ്പെട്ട് GAM പോലത്തെ വസ്തുക്കളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പിന്നെ പെർസെൻറ്റേജ് കോമ്പോസിഷൻ, എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലാർ ഫോർമുലയും തമ്മിലുള്ള കണക്ഷൻ ആൻഡ് അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ആൻഡ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഭാഗമാണ് ലിമിറ്റിംഗ് റിയേജൻറ്റ്. ഏതാണ്? ലിമിറ്റിംഗ് റിയേജൻറ്റ്. ആൻഡ് ലാസ്റ്റ് റിയാക്ഷൻ ഇൻ സൊല്യൂഷൻ, അതായത് മൊളാരിറ്റി, നോർമാലിറ്റി പോലത്തെ പെർസെൻറ്റേജ് കമ്പോഷൻ, മാസ് പെർസെൻറ്റേജ്, വോളിയം പെർസെൻറ്റേജ് പോലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ സം ബേസിക് കോൺസെപ്റ്റ് എന്തായി സെറ്റ് ആവണം മക്കളെ. സോ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇത് മാർച്ച് 2022 നമ്മുടെ നിങ്ങളെ സീനിയേഴ്സിൻ്റെ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഇതിന് മുമ്പത്തെ പല എക്സാമിലും ചിലപ്പോൾ ഈ ഒരു എക്സാമ്പിൾസ് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഡിഫറെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് സാർ ക്വസ്റ്റ്യൻ വായിക്കാം. NO ആൻഡ് NO2 ആർ 2 oxides ഓഫ് നൈട്രജൻ. അതായത് NO ആൻഡ് NO2 എന്ന് പറയുന്നത് നൈട്രജൻ്റെ എന്താണ്, 2 oxides ആണ്. സോ ഫസ്റ്റ് അതിൽ ക്വസ്റ്റ്യൻ ആണ് ഇത്. 2 മാർക്കിൻ്റെ ചോദ്യം കേട്ടോ. ഏതാ ക്വസ്റ്റ്യൻ നോക്ക്. വിച്ച് ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ ഈസ് ഇല്ലുസ്ട്രേറ്റഡ് ബൈ ദിസ് കോമ്പൗണ്ട്. അതായത് NO2 വെച്ചിട്ട് ഏത് കെമിക്കൽ കോമ്പിനേഷൻ അതായത് ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് സ്റ്റേറ്റ് ദ ലോ മെൻഷൻ എബോവ്. മുകളിൽ പറഞ്ഞിട്ടുള്ള ലോ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്യണം. സോ അതിന് എക്സാമ്പിൾ അകത്ത് നോക്കുക. NO പിന്നെന്താ NO2 അല്ലേ. ഇതിൻ്റെ റേഷ്യോ എടുക്കുക.
സിമ്പിളി നമുക്ക് ഉത്തരം കിട്ടും. എന്നാലും പെട്ടെന്ന് അതായത് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാക്കണം. ഇങ്ങനെ രണ്ട് കോമ്പൗണ്ടുകൾ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എപ്പോഴും മൾട്ടിപ്പിൾ പ്രൊപ്പോർഷനാ. ഇതൊന്നല്ലല്ലോ, അപ്പൊ രണ്ടെണ്ണല്ലേ, അപ്പൊ അതിനെന്ത് ചെയ്യാം, മൾട്ടിപ്പിൾ, ഒന്നിനധികം ഉള്ളതിന് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. അപ്പൊ ഈ ലോ എന്താ, മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആണ്. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ പ്രൊപ്പോസ്ഡ് ബൈ JD. ആരാ ഈ JD? ജോൺ ഡാൾട്ടൺ. ഇതും പഠിച്ചു വെക്കണേ മക്കളെ, മറന്നു പോരുത്, ചോദിക്കും. ചിലപ്പോൾ ഇവിടെ ചോദിക്കും, ലോ തന്നിട്ട് പറയും ഈ ലോ കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിക്കും. സോ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ഈസ് ഡിറൈവ്ഡ് ഫോർ ഓർ കണ്ടക്ട് അല്ലെങ്കിൽ എന്താ പറയുക, കൺസ്ട്രക്റ്റഡ് ബൈ ജോൺ ഡാൾട്ടൺ. അപ്പൊ ഇങ്ങനെ പഠിക്കുക, മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ JD, മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ JD എന്ന് പഠിക്കുക. സോ എന്താ മൾട്ടിപ്പിൾ പ്രൊപ്പോർഷനിൽ പറഞ്ഞിട്ടുള്ളത്? ഇഫ് ടു എലമെന്റ് കമ്പൈൻ ടു ഫോം മോർ ദാൻ വൺ കോമ്പൗണ്ട്, ഒന്നിലധികം കോമ്പൗണ്ടുകൾ ഫോം ചെയ്യുകയാണെങ്കിൽ അതിൽ ഒന്നിൻ്റെ മാസ് എന്ന് പറയുന്നത് എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. മറ്റു രണ്ടിൻ്റെ മാസ് തമ്മിൽ വ്യത്യാസമുണ്ടാവും, എങ്കിലും അവ തമ്മിൽ ഒരു സ്മോൾ ഹോൾ നമ്പർ റേഷ്യോ വെച്ചിട്ടുണ്ടാവും, ഒരു റേഷ്യോയും കണക്കാക്കുന്നുണ്ട്. സോ നോക്ക്, ഇഫ് ടു എലമെന്റ് കമ്പൈൻ ടു ഫോം മോർ ദാൻ വൺ കോമ്പൗണ്ട്, ദ ഡിഫറെന്റ് മാസ് ഓഫ് വൺ ഓഫ് ദ എലമെന്റ് ദാറ്റ് കമ്പൈൻ വിത്ത് ഫിക്സ്ഡ് മാസ് ഓഫ് അതർ എലമെന്റ് ആർ ഇൻ സ്മോൾ ഹോൾ നമ്പർ റേഷ്യോ. സാർ പറഞ്ഞത് തന്നെയാണ്. എക്സാമ്പിളിലേക്ക് നോക്ക്, ഇവിടെ രണ്ട് കോമ്പൗണ്ട് അല്ലേ, രണ്ട് എലമെന്റ്സ് കൂടി ചേർന്ന് മോർ ദാൻ വൺ കോമ്പൗണ്ട് ഉണ്ടായി. അതിലെന്ത് സംഭവിച്ചു, ഡിഫറെന്റ് മാസ് ഉള്ളത് എന്ത് ചെയ്തു, സെയിം മാസ് ഉള്ള ഒരു വസ്തുവായിട്ട് കമ്പൈൻ ചെയ്തു. അതിൽ ഈ ഡിഫറെന്റ് മാസ് ഉള്ളതിന് എന്തുണ്ടാവും, ഒരു സ്മോൾ ഹോൾ നമ്പർ റേഷ്യോ ഉണ്ടാവും. ജസ്റ്റ് ഇവിടെ നോക്ക്, സാർ പറഞ്ഞുതരാം സ്മോൾ ഹോൾ നമ്പർ റേഷ്യോ എന്താന്നുള്ളത്. എന്നിൻ്റെ എത്രയാ പറയാ, 14 അല്ലേ, ഓക്സിജൻ്റെ എത്രയാ, 16. ഇവിടെ നോക്ക് 14 32. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എടുത്ത് നോക്ക്, 14 എന്ന് പറയുമ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത 7 അല്ലേ. ഇവിടെ എത്ര ഉണ്ടാവും, 7. 16 എത്ര ഉണ്ടാവും, 8 ഉണ്ടാവും. ഇവിടെയോ 7 ഇസ് ഈക്വൽ ടു 32 16 ഉണ്ടാവും അല്ലേ. സെറ്റ് ആണെങ്കിൽ ഒന്ന് എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാവരും മാക്സിമം ഇത് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യണം കേട്ടോ മക്കളെ, കാരണം അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. In a chemical reaction, 6 gram hydrogen reacts with 40 gram of oxygen. കൊടുത്തിട്ടുണ്ട്. Identify the limiting reagent in the reaction. ഏതാണ് limiting reagent എന്ന്. Next, calculate the amount of H2O produced. എത്രയാണ് അവിടെ ഉണ്ടായ വെള്ളം ഉണ്ടായതിൻ്റെ അളവ് നോക്കണം. And define limiting reagent. അവിടെ ഉണ്ടായ limiting reagent ഏതാണെന്നും കൂടി എന്ത് ചെയ്യണം, നോക്കണം. സോ നോക്ക്, എന്താ നമ്മുടെ ഇക്വേഷൻ നോക്ക്, 6 gram ഹൈഡ്രജൻ അല്ലേ, അതായത് H2 plus O2 will gives 2H2O ആണ് നമുക്കറിയാം. പക്ഷേ ഇത് ബാലൻസ്, 2H2 plus O2 will gives 2H2O. ഇതാണ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഇതിന് മാസ് എഴുതി നോക്ക്, 4 gram അല്ലേ. 4 gram ഹൈഡ്രജൻ എത്ര ഗ്രാം ഓക്സിജനുമായിട്ട് കൂടിച്ചേരുമ്പോൾ, 32 gram ഓക്സിജനുമായിട്ട് കൂടിച്ചേരുമ്പോൾ 36 gram വാട്ടർ മോളിക്യൂൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫോം ചെയ്യുന്നുണ്ട്. അത് നമുക്കറിയാം. നോക്ക്, 4 gram 4 gram പ്ലസ് 32 gram കൂടിച്ചേർന്നിട്ട് എത്ര ഗ്രാം ഉണ്ടാവുന്നുണ്ട് എന്നാ പറഞ്ഞത്, 36 gram ഉണ്ടാവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 4 gram ഹൈഡ്രജൻ കൂടി ചേർന്ന് 32 gram ഓക്സിജനും കൂടി ചേരണം. അങ്ങനെയാണെങ്കിൽ 1 gram ഹൈഡ്രജൻ കൂടി ചേരുമ്പോൾ എത്ര ഗ്രാം ഓക്സിജൻ റിയാക്ട് ചെയ്യുന്നുണ്ട്, എത്രയായിരിക്കും, 32/4 അല്ലേ. 32/4 ആയിരിക്കും എന്ത് ആൻസർ. അഥവാ 8 gram ഓക്സിജൻ വേണം. അതായത് 1 ഗ്രാമുമായിട്ട് റിയാക്ട് ചെയ്യാൻ 8 gram എന്ത് ചെയ്യണം, ഓക്സിജൻ വേണമല്ലോ. 8 gram ഓക്സിജൻ വേണം. സോ നമ്മൾ പറഞ്ഞ എത്ര, 6 gram ഉണ്ട് അല്ലേ. സോ 6 gram ഹൈഡ്രജൻ റിയാക്ട് ചെയ്യണമെങ്കിൽ 6 gram ഹൈഡ്രജൻ റിയാക്ട് ചെയ്യണമെങ്കിൽ എത്ര ഗ്രാം വേണ്ടി വരും, 6 × 8 അല്ലേ. 6 × 8 അഥവാ 48 gram വേണം. എത്രയാ, 48 gram വേണം. 6 ഗ്രാമിന് റിയാക്ട് ചെയ്യാൻ 48 gram ആര് വേണം, ഓക്സിജൻ വേണം. അപ്പോൾ ഇവിടെ നോക്ക്, 6 gram ഹൈഡ്രജൻ ആകെ 40 gram ഓക്സിജനേ ഉള്ളൂ അല്ലേ. അതായത് 6 gram റിയാക്ട് ചെയ്യുമ്പോൾ 40 gram ആകുമ്പോൾ ഓക്സിജൻ തീർന്നു, ബാക്കി 8 gram ഇല്ല.
അവിടെ കുറവാ, ലിമിറ്റ് ചെയ്യുകയാണല്ലേ, അതായത് കുറവാ, റിയാക്ടൻ്റെ അളവ് കുറവാ, അങ്ങനത്തെ വസ്തുവിനാണ് എന്ത് പറയുന്നത്, ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുന്നത്. സോ ഹിയർ ഹൂ ഇസ് ദ ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് ചോദിച്ചാൽ ആരെ ഉത്തരം എന്താ, ഓക്സിജൻ ആണല്ലേ. അതായത് 48 ഗ്രാം വേണ്ടടുത്ത് 40 ഗ്രാമേ ഉള്ളൂ. സോ ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുന്നത് ഓക്സിജൻ ആണ്. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ്, പിന്നെന്താ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഞാൻ ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് വാട്ട് ഡിഫൈൻ ലിമിറ്റിംഗ് റിയേജന്റ്. ലിമിറ്റിംഗ് റിയേജന്റ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യണം. ദ റിയാക്ടന്റ് വിച്ച് കൺസ്യൂംഡ് ഫസ്റ്റ് ലിമിറ്റ്സ് ദ എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റ് ഫോംഡ്. അതായത് ഒരു റിയാക്ടന്റ് ലിമിറ്റ് ദ റിയാക്ഷൻ, ആ റിയാക്ഷനെ ലിമിറ്റ് ചെയ്യുന്ന റിയാക്ടന്റിനെ പറയുന്ന പേരാണ് എന്ത്, ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുന്നത്. സോ കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് H2O പ്രൊഡ്യൂസ്. ഇവിടെയാണ് മക്കളെ ശ്രദ്ധിക്കേണ്ടത്. H2O എത്ര, അതായത് വാട്ടർ മോളിക്യൂൾ എത്ര ഫോം ചെയ്യുന്നുണ്ട് മനസ്സിലാക്കണമെങ്കിൽ എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ നമ്മുടെ പ്രിയപ്പെട്ട ഓക്സിജൻ ഉണ്ടല്ലോ, ലിമിറ്റിംഗ് റിയേജന്റ് ഓക്സിജൻ ഉണ്ടല്ലോ, ഈ ഓക്സിജന്റെ അളവ് എടുത്തിട്ടാണ് എന്ത് ചെയ്യേണ്ടത് കേട്ടോ. ഓക്സിജന്റെ അളവാണ് എന്ത് ചെയ്യേണ്ടത്, എടുക്കേണ്ടത്. സോ 32 ഗ്രാം ഓക്സിജൻ, 32 ഗ്രാം ഓക്സിജൻ കൂടി ചേർന്ന് 36 ഗ്രാം വാട്ടർ മോളിക്യൂൾ ആവുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1 ഗ്രാം ഓക്സിജൻ കൂടി ചേർന്നാൽ എത്ര ഗ്രാം വാട്ടർ മോളിക്യൂൾ ഉണ്ടാവും, 36 ഡിവൈഡഡ് ബൈ 32 ഗ്രാം വാട്ടർ മോളിക്യൂൾ ഉണ്ടാവണം അല്ലേ, അങ്ങനെ തന്നെ അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര മോളിക്യൂളാണ് കൂടിച്ചേരുന്നത്, 40 ഗ്രാമാ. 40 ഗ്രാം 40 ഗ്രാം ഓക്സിജൻ കൂടി ചേരണമെങ്കിൽ 36 ഡിവൈഡഡ് ബൈ 32 ഇൻറ്റു 40 ആയിരിക്കും അല്ലേ, ഇൻറ്റു 40 ആയിരിക്കും. ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ഇവിടെ നമുക്കിത് എന്ത് ചെയ്യാം, കട്ട് ചെയ്ത് പോവാം. ഇവിടെ 8 ഉണ്ടാവും അല്ലേ, 8 4 8 പോവും, ഇവിടെ 9 ഉണ്ടാവും. പിന്നെ ഈ 8നെ എന്ത് ചെയ്യുക, ഇവനുമായിട്ട് വെട്ടാം 5 തവണ, അപ്പോൾ 9 ഇൻറ്റു 5 അഥവാ 40 ഗ്രാം അല്ലേ. 9 ഇൻറ്റു 5 40 ആണോ, അങ്ങനെ എഴുതിയാൽ തെറ്റു കേട്ടോ മക്കളെ, അങ്ങനെ എഴുതിയാൽ തെറ്റും. 45 ഗ്രാം ആയിരിക്കും എന്ത് ആൻസർ. സോ 6 ഗ്രാം ഹൈഡ്രജനും 40 ഗ്രാം ഓക്സിജനും കൂടി ചേർന്ന് 45 ഗ്രാം എന്തുണ്ടാവുന്നുണ്ട്, വാട്ടർ മോളിക്യൂൾ ഉണ്ട്. സോ ഇവിടുന്നുള്ള 3 മാർക്ക് സെറ്റ് അല്ലേ. ഇതുമായിട്ട് ബന്ധപ്പെട്ടില്ല, അതായത് ഈ ഒരു വാല്യൂ ചേഞ്ച് ചെയ്തിട്ട് പല ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. സോ ഇതൊരു ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ മക്കളെ. സോ മക്കളെ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് എന്ത് ചെയ്യാണ്, കിടക്കാൻ പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ മൊളാരിറ്റി. എന്താണ് മൊളാരിറ്റി എന്നും ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ എന്താന്ന് സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. 2 മാർക്കിന് ചോദ്യമാണ്. ഇങ്ങനെ പല രീതിയിൽ, അതായത് മൊളാരിറ്റി ഉള്ളിടത്ത് മൊളാലിറ്റി ചോദിക്കാം, അല്ലെങ്കിൽ നമ്മുടെ മോൾ പെർസെൻറ്റേജ്, വോളിയം പെർസെൻറ്റേജ്, ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, ഗേ-ലൂസാക്ക് ലോ, ഇതൊക്കെ എന്ത് ചെയ്യുക, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ number of solute present in liter of solution. 1 ലിറ്റർ സൊല്യൂഷനിൽ പ്രസന്റ് ആയിട്ടുള്ള സൊല്യൂട്ടിന്റെ അളവിനെ പറയുന്ന പേരാണ് മൊളാരിറ്റി. ലിറ്റി എന്ന് പറയുന്നത്, ലിറ്റി ആവുമ്പോൾ, മൊളാലിറ്റി ആവുമ്പോൾ അത് കിലോഗ്രാം സോൾവെന്റിലുള്ള സൊല്യൂട്ടിന്റെ അളവാണെന്ന് എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. സോ ഇവിടെ കൊടുത്തിട്ട് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ ലിറ്റർ ഓഫ് സൊല്യൂഷൻ, അഥവാ അതായത് നമ്മുടെ മൊളാരിറ്റി M is equal to N/V എന്ന് പറയാം അല്ലേ, N/V in liter. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് അല്ലേ, NB എന്നൊക്കെ പറയാം. അതായത് N2/W2 ഇൻറ്റു V ഇൻറ്റു 1000 എന്നുള്ള ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. മൊളാരിറ്റി കാണാനുള്ള ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, നേരത്തെ നമ്മൾ മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ പറഞ്ഞു, ഇവിടെ ഏതാ, ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ആണ്. ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ഈസ് ഫൗണ്ട് ബൈ ജോസഫ് പ്രോസ്റ്റ്. ഏതാണ്, ജോസഫ് പ്രോസ്റ്റ് എന്ന് പറയുന്ന ആരാണ്, ജോസഫ് പ്രോസ്റ്റ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്, സയന്റിസ്റ്റ് ആണ് എന്ത് ചെയ്തത്, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ എന്ത് ചെയ്തത്, പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ എന്ന് പറയുമ്പോൾ ഡെഫിനിറ്റാ, ഒറ്റ ഒന്നേ ഉണ്ടാവുള്ളൂ എന്ന് എന്ത് ചെയ്യുക, ഓർക്കുക. എന്താ പറഞ്ഞത്, സെയിം കമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻ സെയിം എലമെന്റ് കമ്പൈൻ ഇൻ എ ഫിക്സഡ് റേഷ്യോ. എന്നില്ല കേട്ടോ, ഫിക്സഡ് റേഷ്യോ ബൈ മാസ് എന്നാണ് എന്ത് ചെയ്തത്, ആ നിയമത്തിൽ പറഞ്ഞത്. എക്സാമ്പിളായിട്ട് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിന് എടുക്കാറുണ്ട് അല്ലേ. എല്ലാ കാർബൺ ഡൈ ഓക്സൈഡ് ലോകത്തിലെ ഏത് ഭാഗത്തുള്ളതായാലും, ഉഗാണ്ട ആയിക്കോട്ടെ, അമേരിക്ക ആയിട്ടോ, ഇന്ത്യ ആയിക്കോട്ടെ, പലസ്തീൻ ആയിക്കോട്ടെ, ഇസ്രായേൽ ആയിക്കോട്ടെ, എവിടെയുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ആയാൽ പോലും കാർബൺ എപ്പോഴും 12:32, അഥവാ ഇവ നമ്മൾ ചെറുതാക്കി കഴിഞ്ഞാൽ എത്ര വരും, 6:13
32 16 6:16 എന്ന് പറഞ്ഞാൽ എപ്പോൾ എന്തായിരിക്കും 6നെ നമുക്ക് എന്ത് ചെയ്യുക 2 കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്യുക അതായത് 3:8 എന്നുള്ള റേഷ്യോയിലായിരിക്കും എല്ലാ കാർബൺ ഡൈ ഓക്സൈഡിലും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് എന്ന് പറയുന്നത് അതാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ അപ്പോൾ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷനും മൾട്ടിപ്പിൾ പ്രൊപ്പോർഷനാണ് പിന്നെ ഇങ്ങനെ തുടർച്ചയായിട്ട് ചോദിച്ചു കൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം റൈറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലാർ ഫോർമുല എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലാർ ഫോർമുലയും കാണാനുള്ള ഇക്വേഷൻ ഒരു റിലേഷൻഷിപ്പ് എഴുതണം സിമ്പിൾ റിലേഷൻഷിപ്പാണ് മോളിക്കുലാർ ഫോർമുല ഈസ് ഈക്വൽ ടു എന്താണ് കമന്റ് ചെയ്ത് നോക്കൂ ഒന്ന് കമന്റ് ചെയ്യൂ പെട്ടെന്ന് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക കേട്ടോ എല്ലാ വീഡിയോയിലും എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പം മോളിക്കുലാർ ഫോർമുല ഉത്തരം വന്നിട്ടുണ്ട് ഫിദ അയച്ചിട്ടുണ്ട് കേട്ടോ മോളിക്കുലാർ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താ എംപിരിക്കൽ ഫോർമുല ഇൻറ്റു എൻ ആണ് എന്താണ് എംപിരിക്കൽ ഫോർമുല ഇൻറ്റു എൻ അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഈ എൻ എന്താണെന്നുള്ള എന്തുണ്ടാവും സംശയം ഉണ്ടാവും അല്ലേ എന്നൊന്ന് കണ്ടുപിടിച്ചാലോ അതായത് എന്ന് പറഞ്ഞാൽ എംപിരിക്കൽ ഫോർമുല അതായത് നമ്മളെ മോളാർ ഫോർമുല ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ് ആണ് എന്ത് ഈ എൻ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ഫോർ കംപ്ലീറ്റ് കമ്പഷൻ ഓഫ് 48 gram ഓഫ് മീഥേൻ 48 gram മീഥേൻ അതായത് ഇവിടെ കൊടുത്തത് ഇത് തമ്മിൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല കൊടുത്തിട്ടുള്ളത് കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ഫോർ ദ കംപ്ലീറ്റ് കമ്പഷൻ ഓഫ് 48 gram ഓഫ് മീഥേൻ കത്തുന്ന അതായത് മീഥേൻ കത്തിയിട്ട് എന്തുണ്ടാവും അതിൽ നിന്ന് പ്രൊഡക്റ്റ് ഉണ്ടാവുന്ന റിയാക്ഷൻ ആണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത് ചോദിച്ചിട്ടുള്ളത് സോ നോക്കുക അല്ലേ CH4 ആണ് അല്ലേ CH4 നമ്മുടെ മീഥേൻ ഗ്യാസ് ഓക്സിജനുമായിട്ട് എന്ത് ചെയ്യാണ് കൂടിച്ചേർന്നിട്ട് എന്തുണ്ടാവും എന്നുള്ളതാണ് ചോദ്യം ഒന്ന് പെട്ടെന്ന് എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യുക സാർ ഒന്ന് കമൻറ്റ് ബോക്സ് നോക്കട്ടെ നിങ്ങൾക്ക് ഇക്വേഷൻ എഴുതാൻ കഴിയുന്നുണ്ടോ നോക്കട്ടെ പെട്ടെന്ന് കമൻറ്റ് ചെയ്യൂട്ടോ അതായത് എന്താണ് ഈ ഇക്വേഷൻ ഒന്ന് ഫുൾ ആക്കിയിട്ടൊന്ന് എന്ത് ചെയ്യുക കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക പെട്ടെന്ന് ഇടുക ആ ഉത്തരം കുറേ ആളുകൾ ഉത്തരം കൊടുത്തിട്ടുണ്ട് അതായത് എന്താ ഉത്തരം വരുന്നത് എന്താ സാർ കമൻറ്റ് വായിക്കുക ഫിദ കറക്റ്റായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് 2H2 അതായത് H2O പ്ലസ് CO2 അല്ലേ H2O പ്ലസ് CO2 ഇതൊന്ന് മാറ്റി എഴുതാം അതായത് CO2 പ്ലസ് H2O ആണ് അല്ലേ CO2 പ്ലസ് H2O ഇതിനൊന്നും എന്ത് ചെയ്യണം ബാലൻസ് ചെയ്യണം ഒരു കാർബൺ ബാലൻസ്ഡാ 4 ഹൈഡ്രജൻ ഉണ്ട് ഇവിടെ എത്രയാ 2 ഹൈഡ്രജൻ സോ 2H2O അപ്പോൾ 4 ഹൈഡ്രജൻ ആയില്ലേ ഇവിടെ 2 ഓക്സിജൻ ഇവിടെ നോക്ക് 2ഉം ഇവിടെ 2ഉം 4 ഓക്സിജൻ അപ്പോൾ ഇവിടെ 4 ആക്കാൻ ഇവിടെ 2 ഓക്സിജൻ സോ ബാലൻസ്ഡ് ആയി ഇനി ഇവിടുത്തെ അളവ് നോക്ക് 12 + 4 16 gram ഇവിടെയോ 2 × 16 32 × 2 64 അതായത് 64 gram റിയാക്ട് ചെയ്യുമ്പോൾ ഇവിടെ നോക്ക് 12 + 32 44 gram ഇവിടെ എത്ര ഉണ്ടാവും 36 gram ഉണ്ടാവും ഇതെന്തായിരിക്കും ബാലൻസ്ഡ് ആയിരിക്കും നോക്ക് 16 + 64 എന്ന് പറയുന്നത് 6 4 10 1 2 8 80 അവിടെ നോക്ക് 44 36 എത്ര 80 ആണ് സോ ഇവിടുന്ന് എന്താ ലിമിറ്റിംഗ് റിയേജന്റ് ഉപയോഗിച്ച് അതായത് എത്ര ഓക്സിജൻ വേണമെന്നാ ചോദിച്ചത് നോക്ക് അപ്പോൾ ഇവിടുന്ന് ആദ്യം എന്ത് ചെയ്യണം ലിമിറ്റിംഗ് റിയേജൻ്റ് ആരെ കണ്ടെത്തണം നോക്ക് 16:64 എന്ന് പറയുമ്പോൾ 16 ഗ്രാമിന് 64 വേണം അങ്ങനെയാണെങ്കിൽ 1 ഗ്രാമിന് എത്ര വേണ്ടി വരും 64/16 64/16 പെട്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യ് 64/16 കാൽക്കുലേറ്റർ ഒന്ന് എന്ത് ചെയ്യുക പെട്ടെന്ന് എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ ഞാനൊന്ന് നോക്കട്ടെ കമൻറ്റ് ബോക്സിൽ വരുന്നുണ്ടോ എന്ന് നോക്കട്ടെ പെട്ടെന്ന് കമൻറ്റ് ചെയ്യ് അതെ യെസ് വന്നിട്ടുണ്ട് 4 ഗ്രാം മതി അപ്പോൾ ഇവിടെ എത്ര അതായത് 4 ഗ്രാം മതി അല്ലേ 4 ഗ്രാം ഓക്സിജൻ ആണ് എന്ത് ചെയ്യുന്നത് ആവശ്യമായിട്ടുള്ളത് സോ 48 ഗ്രാം എന്ത് ചെയ്യണം മീഥേൻ എന്ത് ചെയ്യണം കത്തണം 48 ഗ്രാം മീഥേൻ
ഞാൻ നെക്സ്റ്റ് പേജിലേക്ക് ഇടാം. 48 ഗ്രാം എന്ത് ചെയ്യണം? മീഥേൻ എന്ത് ചെയ്യണം? കത്തണം. 48 ഗ്രാം മീഥേനാ. 1 ഗ്രാം മീഥേൻ കത്താൻ 4 ഗ്രാം മതിയെങ്കിൽ 48 ഗ്രാം കത്തണം എന്ത് ചെയ്യണം? 4 × 48 ചെയ്യണം അല്ലേ? 4 × 48 ചെയ്തു നോക്ക്. 4 × 48 എന്ന് പറയുന്നത് എത്രയാ? 8 4 32, 3 4 4 16 3 19 192 ഗ്രാം എന്ത് വേണം? ഓക്സിജൻ എന്ത് വേണം? അവിടെ പ്രസന്റ് ആയിരിക്കണം. 192 ഗ്രാം ഓക്സിജൻ പ്രസന്റ് ആയിരിക്കണം. അതാണ് ഇവിടുത്തെ ചോദ്യം. 2 മാർക്കിന്റെ ചോദ്യമാണ്. സിമ്പിൾ അല്ലേ? കണ്ടാൽ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടില്ല, പക്ഷെ ലിമിറ്റിംഗ് റിയേജന്റുമായിട്ട് റിലേറ്റഡ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ലിമിറ്റിംഗ് റിയേജന്റുമായിട്ട് കുറേ അധികം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. ഫിദ കറക്റ്റ് ആൻസർ ചെയ്തിട്ടുണ്ട്. ഫിദ എന്ത് ചെയ്ത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൈഡ്രജൻ കമ്പൈൻ വിത്ത് ഓക്സിജൻ ടു ഫോം ഡിഫറെന്റ് compound, namely water and hydrogen peroxide. State the related law of chemical combination. ഏതാണ് ആ കെമിക്കൽ കോമ്പിനേഷൻ എന്നാ ചോദിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞു വാട്ടറും ഹൈഡ്രജൻ പെറോക്സൈഡും H2Oയും H2O2 ഒന്നിലധികം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട, മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ഹൂ ഈസ്, അതായത് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ഉണ്ടാക്കിയ ആളാരാ? അത് ചോദിച്ചിട്ടില്ല. ജോൺ ഡാൾട്ടൺ ആണ്. JD ആണ് എന്ത് ചെയ്ത് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ഉണ്ടാക്കിയത്. അടുത്തത്, വാട്ട് ഈസ് മീൻ ബൈ ലിമിറ്റിംഗ് റിയേജൻ ഇൻ എ കെമിക്കൽ റിയാക്ഷൻ? ഒരു കെമിക്കൽ റിയാക്ഷനിൽ ലിമിറ്റിംഗ് റിയേജൻ, ഞാൻ നേരത്തെ പറഞ്ഞു ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസാ മക്കളെ, റിപ്പീറ്റഡാ. ഇവിടെ നോക്കണം, ഇവിടുത്തെ 3 മാർക്ക് സെറ്റ് അല്ലേ? ഇവിടുത്തെ 3 മാർക്ക് നിങ്ങൾക്ക് സെറ്റ് ആണെന്ന് മനസ്സിലായി. ലിമിറ്റിംഗ് റിയേജൻ എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ടൻസ് സൈഡിൽ ലിമിറ്റ് ചെയ്ത് പ്രൊഡക്റ്റിന്റെ അളവിനെ കൺട്രോൾ ചെയ്യുന്ന വസ്തുവിനെയാണ് ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുന്നത്. സോ ഒക്ടോബർ 2022 ചോദിച്ചിട്ടുണ്ട്, 2008 ചോദിച്ചിട്ടുണ്ട്, 2013 ചോദിച്ചിട്ടുണ്ട് ഇതേ സെയിം ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ മക്കളെ, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ലിമിറ്റിംഗ് റിയേജന്റ്, ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ, മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, an organic compound analyze gave the following composition. കാർബൺ എന്ന് പറയുന്നത്, ഞാൻ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ല തോന്നുന്നു. കാർബൺ എന്ന് പറയുന്നത് 40% ഉണ്ട്. ഹൈഡ്രജൻ എന്തുണ്ട്? ഹൈഡ്രജൻ എന്ന് പറയുന്നത് 6.66% ഉണ്ട്. പിന്നെ ആരാ ഉള്ളത്? ഓക്സിജൻ ഉണ്ട്. ഓക്സിജൻ എന്ന് പറയുന്ന വസ്തു 53.34 ഗ്രാം ഉണ്ട്. അതിൻ്റെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് 90 മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് 90 ആണ്. അപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇതിനെന്ത് ചെയ്യുക? അനലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഇതിന്ന് എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലാർ ഫോർമുലയും എന്ത് ചെയ്യുക? കണ്ടെത്താനാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യത്തെ വന്നിരിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യുക? എടുത്തിടുക. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ഉണ്ട്. കാർബൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 40%. ഇതെത്ര പെർസെൻറ്റേജാ? ഹൈഡ്രജൻ 6.66%. ഓക്സിജനോ? ഓക്സിജൻ എന്ന് പറഞ്ഞാൽ 53.34%. ഇതിനെന്ത് ചെയ്യുക? ഈ ഒരു സാധനത്തെ എന്ത് ചെയ്യുക? അടുത്തതിൽ 40 ഗ്രാമിലേക്ക് എന്ത് ചെയ്യുക? മാറ്റുക. ഇവിടെ എത്രയാ? 6.66 ഗ്രാം ഉണ്ടാവും. ഇവിടെ എത്ര ഉണ്ടാവും? 53.34 ഗ്രാം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിന് ഗ്രാമിലേക്ക് മാറ്റിയല്ലോ. ഇനി ഇതിൻ്റെ മോളിക്കുലാർ മാസ് വെച്ച്, അറ്റോമിക് മാസ് വെച്ച് എന്ത് ചെയ്യുക? അതിനെ ഡിവൈഡ് ചെയ്യുക. 40/12 അത് എത്രയായിരിക്കും മക്കളെ? ഒന്ന് പെട്ടെന്ന് എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ, പെട്ടെന്ന് കമൻറ്റ് ചെയ്യും. സാർ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. സോ എത്രയായിരിക്കും? 3.33 സംതിങ് വാല്യൂ ആയിരിക്കും വരിക. പിന്നെ ഹൈഡ്രജനാ 6.66 ഡിവൈഡഡ് ബൈ 1 അല്ലേ? 6.66 ഡിവൈഡഡ് ബൈ 1 ആയിരിക്കും. അതായത് ഏകദേശം 6.66 തന്നെ എന്ത് ചെയ്യുക? അവിടെ ആൻസർ വരിക. പിന്നെ ഓക്സിജൻ ആണ്. ഓക്സിജൻ എത്രയാണ്? 53.34 ഡിവൈഡഡ് ബൈ 16 അല്ലേ? 16 അല്ലേ ഹൈഡ്രജൻ്റെ? അതൊന്ന് കമൻറ്റ് ചെയ്ത് നോക്കൂ. 53.34 അല്ലേ? 53.34 ഡിവൈഡഡ് ബൈ 16 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഓൾമോസ്റ്റ് ഈക്വൽ ടു 3.33. ഓക്കെ, അതുമായല്ലോ. അപ്പോൾ ഈ 4 സ്റ്റെപ്പ് ഇങ്ങനെയാണ് ചെയ്യുക. ഒന്ന് നമ്മൾ തന്ന സാധനം എടുത്ത് എഴുതുക പെർസെൻറ്റേജിൽ, അതിനെ ഗ്രാമിലേക്ക് മാറ്റി അതിനെ അറ്റോമിക് മാസ് വെച്ച് ഡിവൈഡ് ചെയ്യുക. സോ ഈ കിട്ടിയ സാധനത്തെ ഏറ്റവും ചെറിയ വാല്യൂ വെച്ചാണ് ഡിവൈഡ് ചെയ്യുക. ഇവിടെ 3.33 അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക? അങ്ങോട്ട് ഡിവൈഡ് ചെയ്യുക എല്ലായിടത്തും. 3.33 ഡിവൈഡഡ് ബൈ 3.33 അതായത് 1 എന്ന് കിട്ടും. ഇവിടെ എത്രയായിരിക്കും? 6.66 ഡിവൈഡഡ് ബൈ 3.33 എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും? 3.33 ഡിവൈഡഡ് ബൈ 3.33 അഥവാ 1 ആയിരിക്കും അല്ലേ? സോ 1:2:1 എന്നുള്ള നിലക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത്? വന്നിട്ടുള്ളത്. 1:2:1 അഥവാ കാർബൺ, ഹൈഡ്രജൻ,
ഓക്സിജൻ CH2 ആയിരിക്കും എന്ത് അതിൻ്റെ എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. മനസ്സിലായോ മക്കളെ? എംപിരിക്കൽ ഫോർമുല കണ്ടെത്താൻ മനസ്സിലായോ? ഇനി അതിന്ന് മോളിക്കുലാർ ഫോർമുല എന്ത് ചെയ്യണം? കണ്ടെത്തണം. മോളിക്കുലാർ ഫോർമുല കണ്ടെത്താൻ EF × N കാണണം. N കാണണ്ടേ? N കാണണമെങ്കിൽ എന്ത് ചെയ്യുക? ആദ്യം എംപിരിക്കൽ ഫോർമുല മാസ് കാണണം. എംപിരിക്കൽ ഫോർമുല മാസ് ഇസ് ഈക്വൽ ടു C12 പ്ലസ് എത്ര ഹൈഡ്രജൻ? 2 ഹൈഡ്രജൻ പ്ലസ് 16. 12ഉം 16 എന്ന് പറഞ്ഞാൽ 28ഉം 2ഉം 30 അല്ലേ? 30. ഇവിടെ എത്ര തന്നിട്ടുള്ളത്? 90. മോളിക്കുലാർ മാസ് 90. അപ്പൊ N കാണാനുള്ള ഇക്വേഷൻ മോളിക്കുലാർ ഫോർമുല അല്ലെങ്കിൽ മോളിക്കുലാർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്, അതായത് 90 ഡിവൈഡഡ് ബൈ 30 is equal to 3 എന്ന് വാല്യൂ കിട്ടും. ഓക്കെ അല്ലേ? 3 എന്ന് വാല്യൂ കിട്ടിയില്ലേ? ആ 3 എന്ന വാല്യൂ എന്ത് ചെയ്യുക? ഇത് ഈ ഇക്വേഷനിലേക്ക് കൊടുക്കുക. MF is equal to EF എന്താ? CH2O × 3 അഥവാ C3H6O3 ആയിരിക്കും എന്ത് അതിൻ്റെ മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത്. ഇതും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. ക്രിസ്മസ് എക്സാമിന് ഷുവർ ആയിട്ട് ഉറപ്പിച്ചോ ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉറപ്പാ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഹൗ മെനി സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആർ പ്രസന്റ് ഇൻ 0.0025? കമന്റ് ബോക്സ് നിറപ്പറ ഉത്തരം വന്നിട്ടുണ്ട്. എത്രയാ വാല്യൂ? 2 ആണല്ലേ? 2 ആയിരിക്കും സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. നെക്സ്റ്റ്, സ്റ്റേറ്റ് ആൻഡ് ഇല്ലുസ്ട്രേറ്റ് ദ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്ത് ചെയ്യുക? സ്റ്റേറ്റ് ചെയ്ത് അതിനൊരു എക്സാമ്പിൾ എന്ത് ചെയ്യണം? ഇല്ലുസ്ട്രേറ്റ് ചെയ്യണം. മൾട്ടിപ്പിൾ ആണ്. സോ CO2 എക്സാമ്പിൾ എടുത്തിട്ട് എന്ത് ചെയ്താൽ മതി? എഴുതിയാൽ മതി. ആരാ കണ്ടെത്തിയത്? ജോസഫ് പ്രോസ്റ്റ് ആണ്. അതായത് ഇതിൽ പറയുന്നത് ഒരു കോമ്പൗണ്ട് എങ്ങനെ ഏത് കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാലും അതിലെ എലമെന്റ്സ് തമ്മിൽ എന്തായിരിക്കും? എപ്പോഴും ഒരു ഫിക്സ്ഡ് നമ്പർ ഓഫ് റേഷ്യോയിൽ എന്തായിരിക്കും അവ കോമ്പൗണ്ട് ഫോം ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇത് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ കിട്ടിയല്ലോ. ആ 3 മാർക്ക് കിട്ടിയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ ദ റിയാക്ഷൻ ഇൻ വിച്ച് 3 gram of hydrogen react with 30 gram of oxygen to form water under suitable condition. നേരത്തെ അതേ ക്വസ്റ്റ്യൻ അതിൽ ജസ്റ്റ് വാല്യൂ മാറി. നേരത്തെ 6 ഗ്രാമും 40 ഗ്രാമും ഉണ്ടായിരുന്നത് മാറി. ഫൈൻഡ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് H2 and O2 റെസ്പെക്റ്റീവ്ലി. അത് കണ്ടെത്തണം. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ലിമിറ്റിംഗ് റിയേജന്റ് ആൻഡ് കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് വാട്ടർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ റിയാക്ഷൻ. സിമ്പിൾ അല്ലേ മക്കളെ? സിമ്പിൾ അല്ലേ? ഇതേ ക്വസ്റ്റ്യനുകൾ നേരത്തെ കണ്ടത് മാർച്ച് 2022 ചോദിച്ച ചോദ്യാട്ടോ. നോക്ക്, 3 ഗ്രാമിന് ഞാൻ ഇനി മറ്റൊന്നും എഴുതുന്നില്ല കേട്ടോ, സമയത്തിൻ്റെ ഒരു പ്രശ്നം കൊണ്ട്. 30 ഗ്രാമാ. അങ്ങനെയാണെങ്കിൽ 1 ഗ്രാമിന് എത്ര ആയിരിക്കും? 30/3 അല്ലേ? 10 ഗ്രാം ഉണ്ടാവും. 10 ഗ്രാം വേണം അല്ലേ? 10 ഗ്രാം വേണം. അങ്ങനെയാണെങ്കിൽ 10 ഗ്രാം വേണമെങ്കിൽ 3 ഗ്രാം, സോറി തെറ്റിപ്പോയില്ലേ? ഇങ്ങനെയാണോ ചെയ്യുക? ഇങ്ങനെ ചെയ്താൽ തെറ്റിയില്ലേ? ഇത് സാറിന് എന്താ ചോദിച്ചു? ഒരു ഓവർ എക്സൈറ്റ്മെൻറ്റിൽ എന്താണ് സാർ എന്ത് ചെയ്താണ് ഇങ്ങനെ ചെയ്തു പോയത്? ഇങ്ങനെയല്ലല്ലോ വരിക, ഇതല്ലല്ലോ മക്കളെ, ശ്രദ്ധിക്കട്ടോ. ഇങ്ങനെ ചെയ്താൽ തെറ്റൊന്നും എന്ത് ചെയ്യുക? മനസ്സിലായില്ല നിങ്ങൾക്ക്? സോ നോക്ക്, 2H2 ഇങ്ങനെ തന്നെ എഴുതണം കേട്ടോ. 2H2 + O2 will gives 2H2O. അങ്ങനെയാണെങ്കിൽ 4 + 32 will gives 36. അതായത് 4 ഗ്രാം റിയാക്ട് ചെയ്യണമെങ്കിൽ 32 ഗ്രാം വേണം. സോ 1 ഗ്രാമിന് എത്ര വേണം? 32/4 8 ഗ്രാം ഓക്സിജൻ വേണം. 8 ഗ്രാം ഓക്സിജൻ വേണം. സോ 3 ഗ്രാം ഹൈഡ്രജൻ റിയാക്ട് ചെയ്യണമെങ്കിൽ ഈ 8 × 3 അഥവാ 24 ഗ്രാം ഓക്സിജൻ മതി. 24 ഗ്രാം ഓക്സിജൻ മതി. അപ്പോൾ ഇവിടെ നോക്ക്, 30 ഗ്രാം ഓക്സിജൻ ഉണ്ട്. ഓക്സിജൻ എക്സസാ. അപ്പോഴത്തെ ലിമിറ്റിംഗ് റിയേജന്റ് ആരാ? ഹൈഡ്രജനാ. നേരത്തെ ഓക്സിജൻ ആയിരുന്നു, ഇപ്പം ആരാ? ഹൈഡ്രജൻ ആണ് എന്ത് ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുന്നത്. സോ ഫൈൻഡ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് H2 and O2 റെസ്പെക്റ്റീവ്ലി. ഇവിടെ നിന്ന് കണ്ടുപിടിച്ചൂടെ? 2H2 എന്ന് പറഞ്ഞാൽ എത്ര മോളായിരിക്കും? 2 മോള്. എത്ര O2? ഒരൊറ്റ O2. സോ 1 മോള്. സോ 2 മോള്. ഇതിന് ഉത്തരം 2 മോൾ ഹൈഡ്രജൻ ആൻഡ് 1 മോൾ ഓക്സിജൻ റിയാക്ട് ചെയ്യുന്നത്. ഐഡന്റിഫൈ ദ ലിമിറ്റിംഗ് റിയേജന്റ് കണ്ടെത്തി. ആരാ? ഹൈഡ്രജൻ ആണ് ലിമിറ്റിംഗ് റിയേജന്റ്. ആൻഡ് കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് വാട്ടർ പ്രൊഡ്യൂസ്. അവിടെ പ്രൊഡ്യൂസ് ചെയ്ത വാട്ടറിൻ്റെ അളവ് എന്ത് ചെയ്യണം? കണ്ടെത്തണം. അതായത് ഇവിടെ എത്രയാ? 4 ഗ്രാം 36 ഗ്രാം ആവുക. സോ 1 ഗ്രാം എന്തായിരിക്കും? 36/4 അഥവാ 9 ഗ്രാമാ.
അങ്ങനെയാണെങ്കിൽ 3 ഗ്രാം റിയാക്ട് ചെയ്യുകയാണെങ്കിൽ 9 × 3 27 ഗ്രാം വാട്ടർ എന്ത് ചെയ്യും അവിടെ എന്ത് ചെയ്യുന്നുണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ വാട്ടറിൻ്റെ അളവും കടിച്ചു. സെറ്റിലെ മക്കളെ സം ബേസിക് കോൺസെപ്റ്റ് എന്ത് ചെയ്തു നമ്മൾ ഇതോടുകൂടി എന്ത് ചെയ്യും സെറ്റാക്കി. അപ്പോൾ ഇതിൽ നിന്ന് ചോദിക്കുന്ന എല്ലാ തരത്തിലും റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം 1-2 പോയിന്റുകളും കൂട്ടി പറയുകയാണ്. GAM പോലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് സിമ്പിളാണ്. അത് മക്കളൊന്നും എന്ത് ചെയ്യുക റെഫർ ചെയ്തിട്ട് എന്ത് ചെയ്യണം പഠിക്കണം കേട്ടോ മക്കളെ. അതൊരിക്കലും വിട്ടുപോകരുത്. ഡാൾട്ടൺ അറ്റോമിക് തിയറി ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് പോവാം. ബാക്കി എല്ലാ ഏരിയയിലുള്ള ക്വസ്റ്റ്യൻസ് സാർ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു ലൈവിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ വി ആർ ഗോയിങ് ടു ദ സെക്കൻഡ് ചാപ്റ്റർ, സ്ട്രക്ചർ ഓഫ് ആറ്റം. സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന 2ാമത്തെ ചാപ്റ്ററുമായിട്ടാണ് സാർ വരുന്നത്. സോ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നമുക്കറിയാം ആദ്യം തന്നെ കാഥോഡ് റേ എന്താണെന്നൊക്കെ പഠിച്ചു. അതിനുശേഷം ആറ്റത്തിൻ്റെ മോഡൽ പഠിച്ചു. ഉസ്കെ ബാദ് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു അതിൻ്റെ പ്രോപ്പർട്ടീസ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോഡൽസ് പഠിക്കുന്നുണ്ട്. അഫ്ബോ പ്രിൻസിപ്പിൾ, ഹൺസ് റൂള്, അതുപോലത്തെ റൂൾസ് കുറേ പഠിച്ചു. പിന്നെ അതുപോലെ ഹേസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിള്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് പോലത്തെ കുറച്ച് എഫക്റ്റുകളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കാറുള്ളത്. സോ നമ്മൾ സമയം വൈകിക്കുന്നില്ല, നമുക്ക് മുമ്പിൽ തീരെ സമയമില്ല. വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ടൈമാണ്. സോ മക്കളെ ഒരിക്കൽ കൂടി പറയുകയാണ്, ഒന്ന് ലൈക്ക് ചെയ്യാട്ടോ മക്കളെ. നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം എനി 4 സ്പെക്ട്രൽ ലൈൻ ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ 4 സ്പെക്ട്രൽ ലൈൻ. എൻ്റെ മക്കൾ കമൻറ്റ് ചെയ്യുന്നു എനിക്കറിയാം. ഒന്ന് പെട്ടെന്ന് കമന്റ് ചെയ്യും. ആൻസർ പെട്ടെന്ന് കമന്റ് ചെയ്യട്ടോ മക്കളെ. ആൻസർ പെട്ടെന്ന് കമന്റ് ചെയ്യണം. യെസ് വന്നിട്ടുണ്ട് കമന്റ് ബോക്സിൽ എന്ത് ചെയ്തിട്ടുണ്ട് ആൻസർ എന്ത് ചെയ്തിട്ടുണ്ട് കറക്റ്റ് വന്നിട്ടുണ്ട്. സോ ആൻസർ നോക്കട്ടെ സാർ. ആൻസർ പറയട്ടെ. ലൈമൻ അല്ലേ, ലൈമൻ സീരീസ് ഉണ്ട്, ബാർമർ സീരീസ് ഉണ്ട്, പാഷൻ സീരീസ് ഉണ്ട്, പിന്നെ ഫണ്ട് സീരീസ് ഉണ്ട്, ആൻഡ് ബ്രാക്കറ്റ് സീരീസ് അല്ലേ. ഇങ്ങനെ 5 സീരീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിലേതെങ്കിലും 4 എന്ത് ചെയ്യുക എൻ്റെ മക്കളൊന്നും എന്ത് ചെയ്യുക പെട്ടെന്ന് എഴുതി കൊടുക്കുക കേട്ടോ. അതൊക്കെ സിമ്പിൾ 1 മാർക്ക് ക്വസ്റ്റ്യൻ. പെട്ടെന്ന് ചടപട്ടെ എന്ന് അടിക്കണം കേട്ടോ. സോ സെറ്റല്ലേ ലൈമൻ, ബാർമർ, പാഷൻ, ഫണ്ട്, ബ്രാക്കറ്റ് 5 റൈറ്റ് ദ NnL വാല്യൂ ഓഫ് 4p ഇലക്ട്രോൺ. 4p ഇലക്ട്രോണിൻ്റെ ക്വാണ്ടം നമ്പർ വെച്ചിട്ടുള്ള നമ്മുടെ ആറ്റം മോഡലിൻ്റെ വാല്യൂസ് എന്ത് ചെയ്യണം എഴുതണം. സോ n എന്ന് പറയുന്നത് എന്താണ് ഈ 4 തന്നെയാണ്. 4 ആണ് എന്ത് n = 4. പിന്നെ എല്ലിൻ്റെ വാല്യൂ കണ്ടെത്തണം. എല്ലിൻ്റെ വാല്യൂ കണ്ടെത്താൻ വേണ്ടിയിട്ട് 0 ആണെങ്കിൽ S ബ്ലോക്ക് ആയിരിക്കും, 1 ആണെങ്കിൽ P ബ്ലോക്ക് ആയിരിക്കും, 2 ആണെങ്കിൽ D ബ്ലോക്ക് ആയിരിക്കും, 3 ആണെങ്കിൽ F ബ്ലോക്ക് ആയിരിക്കും. സോ 1 = P. സോ എല്ലിൻ്റെ വാല്യൂ എന്തായിരിക്കും P ബ്ലോക്ക് ആയിരിക്കും. സെറ്റ് അല്ലേ. നെക്സ്റ്റ് സ്റ്റേറ്റ് ഓഫ് ബോ പ്രിൻസിപ്പിൾ. ഓഫ് ബോ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? വേരിയസ് ഓർബിറ്റൽ ആർ ഫിൽഡ് ഇൻ if a orbital are filled in increasing order of their energy. അതായത് ഒരു ഓർബിറ്റലിലെ അതായത് ഓർബിറ്റലിൻ്റെ അതിലുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യുക ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ എനർജിയിൽ എന്ത് ചെയ്യുക അതിലെ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നതിനാണ് ഓഫ് ബോ പ്രിൻസിപ്പിൾ എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഓഫ് ബോ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ if a orbital are filled in increasing order of their energy, എനർജിയുടെ ബേസിൽ ഓർബിറ്റലുകളെ ഫില്ല് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഓഫ് ബോ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഓഫ് ബോ തത്വം എന്ന് പറയും. അതിനുള്ള 2 സബ് റൂൾസും കൂടി പറയണം. ഓഫ് ബോ പ്രിൻസിപ്പിൾ ഇത്ര മാത്രം പറഞ്ഞാൽ പോരട്ടോ, സബ് റൂൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം പറയണം. എന്താ സബ് റൂൾ പറയുന്നത്? 1, വേരിയസ് ഓർബിറ്റൽ ആർ ഫിൽഡ് ഇൻ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ n+L വാല്യൂ. അതായത് n+L വാല്യൂവിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് എന്ത് ചെയ്യുക ഈ ഓർബിറ്റൽസ് എന്ത് ചെയ്യുക ഫില്ല് ചെയ്യുക. ഇൻ കേസ് ദ n+L വാല്യൂ സെയിം ആണെങ്കിൽ n+L വാല്യൂ സെയിം ആണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ if 2 ഓർബിറ്റൽ സെയിം n+L വാല്യൂ ആണെങ്കിൽ ഓർബിറ്റ് വിത്ത് ലോവർ n+L വാല്യൂ വിൽ ഫിൽഡ് ഫസ്റ്റ്. അതായത് ഇപ്പോൾ നമുക്ക് 2 n+L വാല്യൂ ഉള്ള 2 ഓർബിറ്റൽ സെയിം ആയി വന്നു. അങ്ങനെയാണെങ്കിൽ അതിൽ n+L വാല്യൂ അതിലിപ്പം n+L വാല്യൂ ഏറ്റവും കുറവ് വരുന്ന ഏതിനാണോ അതായിരിക്കും എന്ത് ചെയ്യുക ആദ്യം ഫില്ല് ചെയ്യുന്ന ഓർബിറ്റൽ എന്നാണ് എന്ത് ചെയ്യുന്നത് ഓഫ് ബോ തത്വപ്രകാരം പറയുന്നത്. സോ നെക്സ്റ്റ് നേരത്തെ പറഞ്ഞപ്പോൾ n L എന്താണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു പോവാ. n എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറാണ്. L എന്ന് പറഞ്ഞാൽ അസിമുത്തൽ ക്വാണ്ടം നമ്പറാണ്. അത് നമ്മളെ സബ്ഷെല്ലിനൊക്കെ
ഇതാക്കാൻ. ഇത് അതിൻ്റെ ഷേപ്പ് ഓറിയൻറ്റേഷൻ ഒക്കെ ഇതാക്കാനാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. ആൻഡ് സ്പിൻ ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞാൽ എസ് ആണ്. അതിൻ്റെ വാല്യൂ +12 -12 ആണ് എന്ത് ചെയ്യുക, അതിൻ്റെ വാല്യൂ എന്ത് ചെയ്യുക വരിക. എമ്മിൻ്റെ വാല്യൂ -L2 L ആട്ടോ. -L2 +L ആണ് എന്ത് ചെയ്യുക എമ്മിൻ്റെ വാല്യൂ വരിക. എല്ലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് n-1 ആയിരിക്കും എപ്പോൾ എന്ത് എല്ലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സെറ്റല്ലേ മക്കളെ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എനി ടു ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് കാഥോഡ് റേസ്. വാട്ട് ഈസ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആൻഡ് വാട്ട് ആർ ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്? 3 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്. നോക്കുക, ആൻസർ നോക്കുക. കാഥോഡ് റേസ് എന്ന് പറഞ്ഞാൽ ദേ സ്റ്റാർട്ട് ഫ്രം cathode അല്ലെങ്കിൽ positive to and end in negative or anode. It start from cathode and end in anode is first point of cathode ray ന്റെ പ്രോപ്പർട്ടി ആണ്. അതായത് കാഥോഡ് നിന്ന് തുടങ്ങി ആനോഡിൽ എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. നെക്സ്റ്റ്, they are invisible, they can observe with the fluorescent material. അതായത് ഈ കാഥോഡ് റേസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. പക്ഷെ അതിനെ ഫ്ലൂറസെന്റ് മെറ്റീരിയൽസ് ഒക്കെ എന്ത് ചെയ്യുക, അതിൽ അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. അത് കാഥോഡ് റേയുടെ ആ ചിത്രം വരച്ചപ്പോൾ നിങ്ങൾ ചിത്രം വരച്ച് ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റ് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അത് അറിയാമെന്ന് മനസ്സിലാവുന്നത്. നെക്സ്റ്റ്, ദേ ക്യാൻ ട്രാവൽ സ്ട്രേറ്റ് ഇൻ ആബ്സെൻസ് ഓഫ് മാഗ്നറ്റിക് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡോ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആബ്സെൻസിൽ എന്ത് ചെയ്യും, അവ സ്ട്രൈറ്റ് ലൈനിലായിരിക്കും എന്ത് ചെയ്യുക, അവ സഞ്ചരിക്കുക. ഇങ്ങനെ ഒരു 2 പോയിന്റ് 3 പോയിന്റ് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക കേട്ടോ കാഥോഡ് റേസ്. നെക്സ്റ്റ്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു മെറ്റലിന് മുകളിൽ വന്നിട്ട് ഒരു സ്യൂട്ടബിൾ ഫ്രീക്വൻസിയിലുള്ള ഒരു ലൈറ്റ് വന്ന് ഇടിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഇലക്ട്രോൺ ഇജക്ട് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് certain metal, the incident light, when a suitable frequency of incident light ejects hitted on a certain metal, the metal will eject electron is known as photoelectric effect എന്ന് പറയും. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്താ മനസ്സിലായില്ലേ? അതായത് റുബീഡിയം, സീഷ്യം പോലത്തെ സർട്ടൻ മെറ്റൽസിന് മുകളിൽ സ്യൂട്ടബിൾ ഫ്രീക്വൻസി ആയിട്ടുള്ള ലൈറ്റ് വന്ന് ഇടിക്കുമ്പോൾ അതിൻ്റെ ഈ റുബീഡിയത്തിൽ സീഷ്യത്തിലൊക്കെ അടങ്ങിയിട്ടുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, അതിൽ നിന്ന് ഇജക്ട് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാ നോക്കാം. അതായത് വന്ന് ഇടിക്കുന്ന അതേ സമയം തന്നെ അതിൽ നിന്ന് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഇജക്ട് ചെയ്യും. അതാണ് എന്ത് ചെയ്ത് ഇവിടെ പറഞ്ഞത്, there is no time lag between striking of beam and ejection of electron from metal surface. വന്നിടിക്കുന്നു, അതേപോലെ ഇലക്ട്രോൺ പോകുന്നു. അവിടെ എന്തില്ല, ഞാൻ കുറച്ച് കഴിഞ്ഞ് ഭയങ്കര ക്ഷീണമാണ്, കുറച്ച് ഞാൻ പഠിച്ചിട്ടില്ല, ഇങ്ങനെ കുറച്ച് കഴിഞ്ഞ് പോകുന്നൊന്നും പറയില്ല മക്കളെ. വന്നിട്ടിക്കുന്നു ചട്ടപ്പടി അവനെന്ത് ചെയ്യും, തിരിച്ചെന്ത് ചെയ്യും, അവിടുന്ന് എന്ത് ചെയ്യും, പോകുന്നുണ്ട്. നെക്സ്റ്റ്, ദ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇജക്റ്റഡ് ഈസ് പ്രൊപ്പോർഷൻ ടു ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്. എത്ര വന്ന് ഇവിടെ ഇടിക്കുന്നതിൻ്റെ ഇൻറ്റൻസിറ്റി ഉണ്ടോ അത്രയും അളവിൽ എന്ത് ചെയ്യും, ഇലക്ട്രോൺസ് അവിടെ നിന്ന് തെറിച്ചു പോകും. അത് ഞാൻ വന്നിട്ട് നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞെന്നോ എത്ര പറഞ്ഞെന്നോ അത് നിങ്ങൾ എത്രത്തോളം സ്വീകരിക്കുന്നോ അതിനനുസരിച്ച് നിങ്ങൾ ക്രിസ്മസിൻ്റെ എന്തേ മാർക്ക്. അതുപോലെയാണ് അവിടേക്ക് വരുന്ന ലൈറ്റ് എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് ഇരിക്കും എന്ത്, അതിന് ഇജക്ട് ചെയ്യുന്ന ഇലക്ട്രോണിന്റെ എണ്ണം എന്ന് ചെയ്യുന്നത് പറയുന്നത്. സോ Next question. Write any two postulates put forward by Rutherford in nuclear model of atom. Rutherford in nuclear model അയാൾ മുന്നോട്ട് വെച്ചിട്ടുള്ള രണ്ട് പോസ്റ്റുലേറ്റ് പറയാൻ പറഞ്ഞു. And state Heisenberg uncertainty principle and write the mathematical formula. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് മക്കളെ, 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഈ ചാപ്റ്ററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറേ തിയറി പാർട്സ് പഠിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യണം, മക്കൾ പഠിക്കണം, റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. സോ നോക്കുക എന്താ പറഞ്ഞത്, റൂദർഫോർഡ് പ്രപ്പോസ് ന്യൂക്ലിയർ മോഡൽ, അതായത് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം. സിമ്പിളാ, റൂദർഫോർഡിൻ്റെ പോസ്റ്റുലേറ്റ് സിമ്പിളാ. റൂദർഫോർഡ് എന്താ പറയുന്നത്, ഓൾ ദ പോസിറ്റീവ് ചാർജ് and most of the mass of atom were concentrated in the center called nucleus. അതായത് ഒരു ആറ്റത്തിൻ്റെ പോസിറ്റീവ് ചാർജും അതുപോലെ മോസ്റ്റ് മാസ് ഓഫ് ദ ആറ്റം, ഒരു ആറ്റത്തിന് കൂടുതൽ മാസും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ സെൻറ്റർ ഭാഗത്താണ്. അതിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയസ്. നെക്സ്റ്റ്, ഇലക്ട്രോൺസ് ആർ റിവോൾവിങ് അറൗണ്ട് ദ ന്യൂക്ലിയസ് വിത്ത് ഹൈ സ്പീഡ് ഇൻ സർക്കുലർ പാത്ത് കോൾഡ് ഓർബിറ്റൽ. അതായത് ആ ന്യൂക്ലിയസിന് ചുറ്റും ഹൈ സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കുലാർ പാത്ത് ഉണ്ട്. അതിലാണ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നത്, റിവോൾവ് ചെയ്യുന്നത്. അതിനെ പറയുന്ന പേരാണ് ഓർബിറ്റൽ എന്ന് പറയും. നെക്സ്റ്റ്, ഓർബിറ്റ്സ് എന്ന് പറയും. നെക്സ്റ്റ്, ഇലക്ട്രോൺസ് ആൻഡ് ന്യൂക്ലിയസ് ആർ held together by electrostatic force of attraction. Electrostatic force of attraction വഴിയാണ് എന്ത് ചെയ്തത്, അവ കൂട്ടി വെച്ചിട്ടുള്ളത്. സോ
നമ്മളൊന്നും കൂടി എന്ത് ചെയ്യാണ്, റുദർഫോർഡിനെ പോസ്റ്റുലേറ്റ് പറയുകയാണ്. കാരണം റുദർഫോർഡിൻ്റെ പോസ്റ്റുലേറ്റ് അയാളുടെ ഒബ്സർവേഷൻ കൺക്ലൂഷൻ നിരന്തരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് മക്കളെ. സിമ്പിളല്ലേ? സിമ്പിളല്ലേ? എങ്ങനെയാ പറയുന്നത്? ഒരാറ്റത്തിൻ്റെ അതിൻ്റെ പോസിറ്റീവ് പാർട്ടും അതുപോലെ അതിൻ്റെ മോസ്റ്റ് ഓഫ് ദ മാസും എന്ത് ചെയ്ത് കോൺസെൻട്രേറ്റഡ് അറ്റ് ദ സെൻറ്റർ കോൾഡ് ന്യൂക്ലിയസിലാണ്. ഈ ന്യൂക്ലിയസിന് ചുറ്റും അറൗണ്ട് ദ ന്യൂക്ലിയസ് ദ ഇലക്ട്രോൺസ് ആർ റിവോൾവിങ് ഇൻ വെരി ഹൈ സ്പീഡ് ഓർബിറ്റ്സ്, വെരി ഹൈ സ്പീഡ് സർക്കുലാർ പാത്ത് കോൾഡ് ഓർബിറ്റ്സ്. ഓർബിറ്റിൽ എന്ത് ചെയ്യുന്നത്? കറങ്ങുന്നുണ്ട്. ദ ഇലക്ട്രോൺസ് ആൻഡ് ന്യൂക്ലിയസ് ആർ held together by electrostatic force of attraction. So next question എന്താ? ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ആണ്. ഏറ്റവും സിമ്പിൾ ആണ്. It is impossible to determine simultaneously the exact position and exact momentum of a moving microscopic particle like electrode. അതായത് സിമ്പിളല്ലേ? ഒരു വളരെ മൈന്യൂട്ടായിട്ടുള്ള ഇലക്ട്രോൺ പോലത്തെ ഒരു വസ്തുവിൻ്റെ പൊസിഷനും അതുപോലെ അതിൻ്റെ മൊമെൻറ്റും, എക്സാക്ട് പൊസിഷൻ എക്സാക്ട് മൊമെൻറ്റം സൈമൾട്ടേസ് തുടർച്ചയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കണ്ടെത്താൻ പറ്റില്ല എന്നാണ് ഹൈസൻബർഗ് എന്ത് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൽ പറഞ്ഞ് ഇത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. സോ ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമൈൻ സൈമൾട്ടേനിയസ്ലി ദ എക്സാക്ട് പൊസിഷൻ ആൻഡ് എക്സാക്ട് മൊമെൻറ്റം ഓർ വെലോസിറ്റി ഓഫ് എ മൂവിംഗ് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ ലൈക്ക് ഇലക്ട്രോൺ. സോ അത് കാണാനുള്ള ഇക്വേഷൻ ഇത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ബൈ 4π എന്നാണ് എന്ത് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. സോ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് അൺസർട്ടനിറ്റി ഇൻ പൊസിഷനിലുള്ള അൺസർട്ടനിറ്റി ആണ്. ഡെൽറ്റ പി എന്ന് പറയുന്നത് മൊമെൻറ്റത്തിലുള്ള എന്താണ്, അൺസർട്ടനിറ്റി ആണ്. ഡെൽറ്റ പി ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം കേട്ടോ? ഡെൽറ്റ എക്സ് ഇൻറ്റു എം ഡെൽറ്റ വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ബൈ 4π എന്നും എന്ത് ചെയ്യുക എഴുതുക. അതായത് പി മൊമെൻറ്റം ഈസ് ഈക്വൽ ടു എന്താ, എം വി ആണല്ലേ? മൊമെൻറ്റം ഈസ് ഈക്വൽ ടു എം വി ആണ്. സോ നമുക്ക് എന്ത് ചെയ്യുക, ഇക്വേഷൻ ഇങ്ങനെ എന്ത് ചെയ്യുക എഴുതാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഡി ബ്രോഗ്ലി ഇക്വേഷൻ ആൻഡ് എക്സ്പ്ലെയിൻ ദ ടേം. സിമ്പിൾ അല്ലേ? ഡി ബ്രോഗ്ലി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ എം വി ആണ് ഡി ബ്രോഗ്ലി ഇക്വേഷൻ എന്ന് പറയുന്നത്. an equation relating wavelength and momentum of a particle is known as de Broglie equation. lambda is equal to h by mv. so lambda എന്ന് പറയുന്നത് wavelength ആണ്, lambda എന്ന് പറയുന്നത് wavelength ആണ്, m എന്ന് പറയുന്നത് മാസ് ആണ്, v എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം മൊമെന്റം എന്ന് എന്ത് ചെയ്യാം പറയാൻ പറ്റും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? എം വി നമുക്ക് എന്ത് ചെയ്യുക ഇങ്ങനെ എഴുതാം, ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ പി അല്ലെങ്കിൽ ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ എം വി. എം വി എന്ന് പറഞ്ഞത് എന്താണ്, മൊമെന്റത്തിന് എന്താണ് ഈക്വൽ ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഒബ്സർവേഷൻ ആൻഡ് കൺക്ലൂഷൻ ഓഫ് റുദർഫോർഡ് ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. ഞാൻ പറഞ്ഞു റുദർഫോർഡ് ഇങ്ങനെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്, അതുപോലെ ബോറും സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. സോ നമുക്ക് നേരെ ഒബ്സർവേഷനിലേക്ക് പോവാം. സോ മക്കളെ നിങ്ങളെല്ലാവരും കമൻറ്റ് ബോക്സ് ഞാൻ കാണുന്നുണ്ട്. കമൻറ്റ് ബോക്സിൽ ഞാൻ ശ്രദ്ധിക്കാമെന്ന് വെച്ചാൽ നമുക്ക് സമയമില്ല, വളരെ ചുരുങ്ങിയ സമയത്തോളം മാക്സിമം കണ്ടൻറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള കാര്യത്തോട് കൂടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഒരു കാര്യം കൂടി പറയാം, നാളെ കൃത്യം 6 മണിക്ക്, രാവിലെ കൃത്യം 6 മണിക്ക് മിന്നലുണ്ടായിരിക്കും. അതായത് നമ്മുടെ ബാക്കി ഏറ്റവും ഈസിയായ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാക്കി വരുന്ന കെമിക്കൽ ബോണ്ടിങ്, അതുപോലെ കെമിക്കൽ ബോണ്ടിങ്, ഇക്വിലിബ്രിയം ആൻഡ് തെർമോഡൈനാമിക്സ് നമ്മൾ മിന്നലിലൂടെ സെറ്റാക്കാൻ പോകണം. സോ മക്കളെ നിങ്ങളെല്ലാ ഫ്രണ്ട്സിനും കൂടി രാവിലെ 6 മണിക്ക് റാൻസിൻ്റെ ചാനലിലേക്ക് വരണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഒബ്സർവേഷനാണ്, റുദർഫോർഡിൻ്റെ ഒബ്സർവേഷൻ നമ്മൾ പറഞ്ഞതല്ലേ, കൺക്ലൂഷൻ, ഒബ്സർവേഷൻ ഇതൊക്കെ ചോദിക്കുന്നു പറഞ്ഞു. ഒബ്സർവേഷൻ എന്താ, ഒരു ഗോൾഡ് ഫോയിലൂടെ എന്ത് ചെയ്തു, ഈ ആൽഫ റേ എന്ത് ചെയ്തു കടത്തി വിട്ടപ്പോൾ ഇത് പലതും എന്ത് ചെയ്തു, ആ ഗോൾഡ് ഫോയിലൂടെ ഒരു ഡിഫ്ലക്ഷനും ഇല്ലാതെ അങ്ങനെ എന്ത് ചെയ്തു കടന്നുപോയി. അതായത് മോസ്റ്റ് ഓഫ് ദ പാർട്ടിക്കിൾ ആർ പാസ് ത്രൂ ഗോൾഡ് ഫോയിൽ വിത്തൗട്ട് എനി ഡീവിയേഷൻ. എ വെരി ഫ്യൂ ഈസ് ഡിഫ്ലക്റ്റഡ് ഇൻ എ സ്ലൈറ്റ് ആംഗിൾ. കുറച്ച് എന്ത് ചെയ്തു, ചെറിയൊരു ആംഗിളിൽ എന്ത് ചെയ്തു ഡിഫ്ലക്റ്റ് ചെയ്തു. ആൻഡ് വെരി
few അതിനേക്കാൾ കുറവായിട്ട് എന്ത് ചെയ്തു ചില പാർട്ടിക്കിൾസ് എന്ത് ബൗൺസ് ബാക്ക് തിരിച്ചെന്ത് ചെയ്തു പോന്നു. ഇതാണ് അദ്ദേഹം ഒബ്സർവ് ചെയ്ത കാര്യം എന്ന് പറയുന്നത്. സോ ഹി ഫൈൻഡ് ദ കൺക്ലൂഡ്. അതിൽ നിന്ന് എന്ത് ചെയ്തു കൺക്ലൂഷൻ എന്താ ചെയ്തത്? മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ പാസസ് ത്രൂ ദ ഗോൾഡ് ഫോയിൽ വിത്തൗട്ട് എനി ഡീവിയേഷൻ ആസ് show that there is most the space of an atom is empty. അതായത് ആറ്റത്തിന്റെ മോസ്റ്റ് ഓഫ് ദ സ്പേസ് എംപ്റ്റി ആണെന്ന് ചെയ്തു അതിലൂടെ കണ്ടെത്താൻ പറ്റി. A few positive charged alpha particles were deflected. This is because the positive charge of the atom is concentrated in very small volume at the center called nucleus. അതായത് വളരെ ചുരുക്കം മാത്രമേ എന്ത് ചെയ്തുള്ളൂ ഡിഫ്ലക്റ്റ് ചെയ്തിട്ടുള്ളൂ. അതിനുള്ള കാരണം എന്താ വെച്ചാൽ ഈ ആറ്റത്തിൻ്റെ സെൻറ്ററിൽ അല്ലെങ്കിൽ അതിൻ്റെ സെൻറ്ററിൽ കാണപ്പെടുന്ന ന്യൂക്ലിയസിൻ്റെ പോസിറ്റീവ് ചാർജ് ആണ്. ദ വോളിയം ഒക്യുപ്പൈഡ് ബൈ ദ ന്യൂക്ലിയസ് ഇസ് നെഗ്ലിജിബിളി സ്മോൾ ആസ് കമ്പയർഡ് ടു ദ ടോട്ടൽ വോളിയം ഓഫ് ദ ആറ്റം. ആ ന്യൂക്ലിയസിൻ്റെ വോളിയം എന്ന് പറയുന്നത് എന്താണ്? നെഗ്ലിജിബിളി സ്മോളർ ദാൻ ദ വോളിയം ഓഫ് ആറ്റം ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ചൂസ് ദ റൈറ്റ് കറക്റ്റ് സെറ്റ് ഓഫ് കോണ്ടന്റ് നമ്പർ ഫ്രം ദ ഫോളോയിങ്. താഴെ കൊടുത്ത കോണ്ടന്റ് നമ്പേഴ്സിൽ കറക്റ്റ് എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യണം. ഇതെന്ത് ചെയ്യാറ്? സാധാരണഗതിയിൽ എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കുന്ന ചോദ്യ. ഇവിടെ നോക്ക്, n equal to 1, L equal to 0, M equal to 0, S is equal. അതായത് ഞാൻ പറഞ്ഞു N, L, M, S ആ. N എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് അറിയാം. L എന്ന് പറഞ്ഞാൽ എപ്പോഴും n-1 ആണ്. M എന്ന് പറഞ്ഞത് -L to L ആവണം, പോസിറ്റീവ് L ആവണം. S എന്ന് പറഞ്ഞാൽ എപ്പോഴും +½ -½ ആവണം. ഇവിടെ നോക്ക് 1 L എന്ന് പറഞ്ഞാൽ n-1 ആ. അതായത് 1 - 1 0 കറക്റ്റാ. M എന്ന് പറഞ്ഞാൽ എന്താ? -L to L ആ. 0ക്ക് 0 തന്നെ S. അപ്പോൾ ഇതെന്താണ്? കറക്റ്റ് സെറ്റാ. ഇനി ഇവിടെ നോക്ക്, N-ഉം 2 L-ഉം 2 ശരിയാവുക അല്ല, നോക്കണമൊന്നും വേണ്ട. N-L എന്ന് പറഞ്ഞ n-1 എന്ന് പറഞ്ഞത് 1 ആവണം. 1 അല്ലല്ലോ, 2 അല്ലേ. സോ നോക്കണ്ട, തെറ്റാ. ബാക്കിയൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇനി ഇവിടെ നോക്ക് 3 ആ. 3ന്ന് L കുറച്ചാൽ 2 ആ. 2 കിട്ടും. പക്ഷേ M ഇവിടെ കിട്ടും. M ഓക്കെ, പക്ഷേ S എപ്പോഴും 1 ആവോ? ഇല്ല, അതും തെറ്റ്. നെക്സ്റ്റ് നോക്കി, N-ഉം L-ഉം 1. സോ തെറ്റ്. സോ ഇവിടുത്തെ കറക്റ്റ് ആൻസർ N equal to 1, L is equal to 0, M equal to 0, S is equal to ½. അങ്ങനെയാണ് എന്ത് ചെയ്യുക? കണ്ടെത്തുക. നെക്സ്റ്റ് സ്കെച്ച് ദ ഷേപ്പ് ഓഫ് 2s ഓർബിറ്റൽ. 2s ഓർബിറ്റലിൻ്റെ ഷേപ്പ് എന്ത് ചെയ്ത് വരക്കാൻ പറഞ്ഞു? ദിസ് ഈസ് 2s ഓർബിറ്റൽ. ഓക്കെ, റൗണ്ട് വരക്കുക 2s ഓർബിറ്റൽ. ഇനി അത് ഇങ്ങനെ വരച്ചിട്ട് നമ്മൾ P ബ്ലോക്ക്, D ബ്ലോക്ക്, P ബ്ലോക്കിൻ്റെ 3 സ്ട്രക്ചർ, D ബ്ലോക്കിൻ്റെ 5 സ്ട്രക്ചർ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ചോദിക്കുന്ന ചോദ്യമാണ്. ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് പോവുക. ജസ്റ്റ് എന്ത് ചെയ്യുക? റെഫർ ചെയ്ത് പോവുക. നെക്സ്റ്റ്, കാൽക്കുലേറ്റ് ദ വേവ് ലെങ്ത് ഓഫ് ഇലക്ട്രോൺ മൂവിംഗ് വിത്ത് എ വെലോസിറ്റി 10 meter per second. മാസ് ഓഫ് ദ ഇലക്ട്രോൺ 9.1 × 10⁻31 kilogram. റൈറ്റ് ദ പോസ്റ്റുലേറ്റ് ഓഫ് ബോർ ആറ്റം മോഡൽ ആൻഡ് മെൻഷൻ 2 demerit. 6 മാർക്ക്. ഇത് ടോട്ടൽ 6 മാർക്കിൻ്റെ ചോദ്യ. എന്താ ചോദിച്ചത്? കാൽക്കുലേറ്റ് ദ വേവ് ലെങ്ത്. ലാംഡ കാണണം. എന്താ തന്നിട്ടുള്ളത്? വെലോസിറ്റി എന്ന് പറയുന്നത് 10 meter per second തന്നിട്ടുണ്ട്. 10 meter per second ഇത് തന്നിട്ടുണ്ട്. പിന്നെ മാസ് തന്നിട്ടുണ്ട് 9.1 × 10⁻31 kilogram. സോ ലാംഡ is equal to h/mv അല്ലെങ്കിൽ h/p. h എന്ന് പറഞ്ഞത് 6.626 × 10⁻34 divided by 9.1 × 10⁻31 into V എന്ന് പറയുന്നത് 10 ആണല്ലേ. ഈ -10ഉം 10ഉം എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്ത് പോകും. ഇതിൻ്റെ ആൻസർ എത്രയാണെന്ന് എന്ത് ചെയ്യുക? നിങ്ങൾ എന്ത് ചെയ്യുക? കണ്ടെത്തുക കേട്ടോ മക്കളെ. നിങ്ങളൊന്നും എന്ത് ചെയ്യുക? കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക? കണ്ടെത്തുക. സോ സെറ്റല്ലേ മക്കളെ? സെറ്റല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ പോസ്റ്റുലേറ്റ് ഓഫ് ബോർ ആറ്റം മോഡൽ? ബോർ ആറ്റം മോഡലിൻ്റെ പോസ്റ്റുലേറ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് 4 പോസ്റ്റുലേറ്റ് കൊടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോസ്റ്റുലേറ്റ് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക കേട്ടോ. അതായത് ഇലക്ട്രോൺ ഇൻ ദ ഹൈഡ്രജൻ ആറ്റം ക്യാൻ മൂവ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ സർക്കുലർ പാത്ത് or fixed radius of energy. The path are called orbits or stationary state or allowed energy state. ഒരു പോയിന്റ് ആയി. നെക്സ്റ്റ്, ദ എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ എൻ ഓർബിറ്റ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം. ടൈമിനനുസരിച്ച് എന്ത് ചെയ്യില്ല? ഓർബിറ്റലിലെ എനർജി ഓഫ് ഇലക്ട്രോണിൻ്റെ എനർജി എന്ത് ചെയ്യില്ല? ചേഞ്ച് എന്ത് ചെയ്യുന്നില്ല. നെക്സ്റ്റ്, ദ റേഡിയസ് ഓഫ് ഓർബിറ്റ് ക്യാൻ ഗിവൺ ബൈ ദ ഇക്വേഷൻ Rn. Rn എന്ന് പറയുന്നത് എന്താ? A0/n2 n² ആട്ടോ. A0/n² ആണ്. വേർ A0
0 എന്ന് പറഞ്ഞത് 52.9 പൈക്കോമീറ്റർ ആണ്. സോ ഇങ്ങനെ എന്ത് ചെയ്യുക, ബോർ മോഡലിന് എന്ത് ചെയ്യുക, പോസ്റ്റ്ലേറ്റ് പഠിക്കണം. അതിന്റെ ഡീമെറിറ്റുകൾ നോക്കുക. ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ ഫൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഫൈൻ സ്പെക്ട്രം എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഹൈഡ്രജൻ ഒഴികെയുള്ള മറ്റു ആറ്റങ്ങളുടെ ഒന്നും സ്പെക്ട്രം എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റിയിട്ടില്ല. സ്റ്റാർക്ക് ആൻഡ് സീമാൻ എഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. ആൻഡ് ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ എബിലിറ്റി ഓഫ് ആറ്റം ടു ഫോം മോളിക്യൂൾസ് ബൈ കെമിക്കൽ ബോണ്ട്സ്. കെമിക്കൽ ബോണ്ട് വഴിയുള്ള മോളിക്യൂൾ ഫോം ചെയ്യുന്നതിൻ്റെ ആ ഒരു എബിലിറ്റി എന്ത് ചെയ്യാൻ പറ്റിയില്ല, ഈ ബോർ ആറ്റം മോഡലിലൂടെ എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റിയിട്ടില്ല. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് മക്കളെ. സോ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ കാണുന്നുണ്ട്, എല്ലാവരും കമൻറ്റ് ബോക്സ് കത്തിക്കുന്നുണ്ട് കേട്ടോ മക്കളെ. താങ്ക് യു. എല്ലാവരും എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. സോ നെക്സ്റ്റ്, write the n and l value of 3s electron. 3s electron n and l value ആണ്. n is equal to 3 ആയിരിക്കും. l എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, s ന് എന്തായിരിക്കും, 0 ആയിരിക്കും. Which among the following is correct electronic configuration of nitrogen? Name the rule that form the basis of your answer. അത് താഴെ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്, 1s2 2s2 2px2 2py1 and 2pz0. 1s2 2s2 2px1 2py1 2pz1. ഏതാ കറക്റ്റ് ആൻസർ? പെട്ടെന്ന് പറയൂ. യെസ്, പെട്ടെന്ന് പറയൂ സാർ, ഒന്ന് ആൻസർ നോക്കട്ടെ. യെസ്, ദിയ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട്. ദിയയും കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഷംന എന്ത് ചെയ്തിട്ടുണ്ട്, കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ രാഹുൽ അമീൻ എന്ത് ചെയ്തിട്ടുണ്ട്, കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ബി ആണ് കറക്റ്റ് എന്ന് സാർ, ബി ആണ് കറക്റ്റ്. എന്തുകൊണ്ടാണ് ബി ആ കറക്റ്റ് ആയത്? ഇവിടെ നോക്ക്, പി ബ്ലോക്കിൽ 3 ഇലക്ട്രോൺ ആണ് എന്ത് ചെയ്യാനുള്ളത്, ഫില്ല് ചെയ്യാനുള്ളത്. പി ബ്ലോക്കിൽ 3 ഇലക്ട്രോൺ ആ ഫില്ല് ചെയ്യാനുള്ളത്. അപ്പോൾ എന്താ പറഞ്ഞത്, ഏത് റൂളാ, ഹൺസ് റൂൾ ആണോ, അതുപോലെ ഓഫ് ബോ പ്രിൻസിപ്പിൾ ആണോ, അല്ലെങ്കിൽ ഇങ്ങനെ 3 റൂൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിലേതോ ഒരു റൂളാണല്ലേ, ഏത് റൂളാ? പെട്ടെന്ന് പറയും മക്കൾ പെട്ടെന്ന് എന്ത് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. പെട്ടെന്ന് കമൻറ്റ് ചെയ്യും, ഞാൻ നോക്കട്ടെ ഈ റൂൾ എല്ലാവർക്കും കിട്ടുമെന്ന് സാറൊന്നുകൂടി നോക്കട്ടെ. പെട്ടെന്ന് കമൻറ്റ് ചെയ്യൂ, കമൻറ്റ് ബോക്സ് നോക്കട്ടെ കേട്ടോ. പെട്ടെന്ന് നോക്ക്, ഇവിടെ നോക്ക്. അത് 6 ഇലക്ട്രോൺ ടോട്ടൽ എന്ത് ചെയ്യുക, ടോട്ടൽ 6 ഇലക്ട്രോൺ അല്ലേ. സോ 3 ഇലക്ട്രോൺ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എന്നിനുള്ളത്. സോ 3 ആദ്യം 3 ഫില്ലായിട്ട്, അതായത് ഹാഫ് ഫിൽഡ് ആയിട്ട് എന്ത് ചെയ്യുള്ളൂ, ഫുൾ ഫില്ലായിട്ട് എന്ത് ചെയ്യുള്ളൂ, വരുള്ളൂ എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ആ റൂള് പറഞ്ഞു. ഹിന്ദി സാർ എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. സോ പെട്ടെന്ന് പറയൂ മക്കളെ, പെട്ടെന്ന് പറയൂ. യെസ്, കമൻറ്റ് വന്നിട്ടുണ്ട്. ഹൺസ് റൂൾ ആണ് എന്ത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത് അല്ലേ. എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഹൺസ് റൂൾ ആണ് സാർ ആൻസർ. ഹൺസ് റൂൾ ആണ് ആൻസർ എന്ത് ചെയ്തിട്ടുള്ളത്, കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. സോ സെറ്റല്ലേ മക്കളെ, സെറ്റല്ലേ? പെട്ടെന്ന് ഇത് ഈ ചാപ്റ്റർ ഒന്നുകൂടി പെട്ടെന്ന് റിവൈസ് ചെയ്യും സാർ. അടുത്ത ചാപ്റ്ററിലേക്ക് എന്ത് ചെയ്യാൻ കിടക്കാൻ പോവാണ്. സോ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള ആ 3 റൂൾ വെച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും, പ്രതീക്ഷിക്കാൻ പറ്റും. സോ സെറ്റല്ലേ മക്കളെ? നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോയാലോ, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ നേച്ചർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, നേരെ ക്വസ്റ്റ്യനിലേക്ക് എന്ത് ചെയ്യുക, കടക്കുക. സ്റ്റേറ്റ് ദ മോഡേൺ പീരിയോഡിക് ലോ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ അറ്റോമിക് റേഡിയസ് വാരി ഡൗൺ എ ഗ്രൂപ്പ്. 2 മാർക്കിന്റെ ചോദ്യം, ഓരോ മാർക്കിന്റെ ചോദ്യം. എന്താ പീരിയോഡിക് ലോ പറയുന്നത്? ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എൻ എലമെന്റ്സ് ആർ ദ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ദെയർ അറ്റോമിക് നമ്പർ. അതായത് ഒരു എലമെന്റിന്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അതിൻ്റെ അറ്റോമിക് നമ്പറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുണ്ട് എന്നാണ് എന്ത് ചെയ്തത്, മോഡേൺ പീരിയോഡിക് ലോയിൽ പറഞ്ഞത്. ദ മോഡേൺ പീരിയോഡിക് ലോ ഓർ മോഡേൺ പീരിയോഡിക് ടേബിൾ ഈസ് പ്രപ്പോസ്ഡ് ബൈ ഹെൻറി മോസ്ലി ആണ് എന്ത് ചെയ്തത്, പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. അടുത്തത്, ഹൗ ഡസ് ദ അറ്റോമിക് റേഡിയസ് വാരി ഡൗൺ ദ ഗ്രൂപ്പ്. താഴത്തോട്ട് വരുന്നതിനനുസരിച്ച് എന്താണ് റേഡിയസിന് സംഭവിക്കുന്നത്? റേഡിയസ് വിൽ ഇൻക്രീസസ് ഫ്രം ടോപ്പ് ടു ബോട്ടം. എന്തുകൊണ്ടാണ്? താഴത്തോട്ട് വരുന്നതിന് ഷെല്ലിൻ്റെ നമ്പർ കൂടും. ഷെല്ലിന്റെ നമ്പർ കൂടുമ്പോൾ സൈസ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്തു വരും. സോ ആ ക്വസ്റ്റ്യൻ സെറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് അയണൈസേഷൻ എൻതാൽപ്പി? എന്താ അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് എനർജി റിക്വയർഡ് ടു റിമൂവ് ദ ഔട്ടർ മോസ്റ്റ് ഷെൽ വാലൻസ് ഇലക്ട്രോൺ. ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ വാലൻസ് ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എനർജിക്ക് പറയുന്ന പേരാണ് അയണൈസേഷൻ എൻതാൽപ്പി. 1 മാർക്ക് സെറ്റ്. ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് നൈട്രജൻ ഈസ് ഗ്രേറ്റർ ദാൻ ഓക്സിജൻ. വൈ? ഇങ്ങനെ ഒരു
ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ബെറീലിയത്തിനും ബോറോണിന്റെ കേസ് പറഞ്ഞിട്ടുണ്ട്, കാർബൺ നൈട്രജന്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. സോ നോക്ക്, ഇവിടെ നോക്ക്, നൈട്രജനും ഓക്സിജനും അല്ലേ, നൈട്രജനും ഓക്സിജനാ, ഇവിടെ 7ഉം ഇവിടെ 8ഉം, അതായത് 1s2 2s2 2p3 ആണ്. ഇവിടെ നോക്ക് 1s2 2s2 2p4 ആ. അപ്പോൾ ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപ്പി എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് ഇവിടെ നിന്ന് എന്ത് ചെയ്യണം, ഒരു ഇലക്ട്രോണെ റിമൂവ് ചെയ്യണം. ഇവിടെ നോക്ക് 2p3 2p3 എന്ന് പറഞ്ഞാൽ ഹാഫ് ഫിൽഡ് ആണല്ലേ, ഹാഫ് ഫിൽഡ് സ്റ്റെബിലിറ്റി ഉണ്ടാവും. ഹാഫ് ഫിൽഡ് സ്റ്റെബിലിറ്റി ഉണ്ടായതുകൊണ്ട് ഇതിൽ നിന്ന് ഒരു ഇലക്ട്രോണെ റിമൂവ് ചെയ്യാൻ എന്താണ് ഡിഫിക്കൽട്ട് ആണ് ഇൻ കമ്പയർ ടു ഓക്സിജൻ. സോ ഓക്സിജൻ ഹാസ് മോർ ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപ്പി ദാൻ നൈട്രജൻ എന്ന് പറയും. അത് ഫസ്റ്റ് അയണൈസേഷൻ നൈട്രജൻ ആണ് എന്ത് കൂടുതൽ, ഓക്സിജനേക്കാൾ കൂടുതൽ എന്താണ് നൈട്രജൻ ആണ് എന്ത് ചെയ്യേണ്ടത് വരുന്നത്. ശരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ഗ്രൂപ്പിന്റെ അങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് എന്ത് ചെയ്യണം, അയണൈസേഷൻ എന്താൽപ്പി കൂടി എന്ത് ചെയ്യും വരും എന്നാണ് പറഞ്ഞത്. പക്ഷേ നൈട്രജനും ഓക്സിജനും കമ്പയർ ചെയ്യുമ്പോൾ നൈട്രജൻ ആണ് എന്ത് കൂടുതലായിട്ട് വരുന്നത്. അതിനുള്ള കാരണം എന്താ, ഇതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഹാഫ് ഫിൽഡ് സ്റ്റെബിലിറ്റി ഉണ്ട് നൈട്രജന്, അപ്പോൾ അതിനൊന്ന് റിമൂവ് ചെയ്യൽ ഡിഫിക്കൽട്ടി ആണ്. ഇതുകൊണ്ടാണ്. സോ സെറ്റല്ല മക്കളെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതെന്താ, ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്തു, ഞാനൊരു പോയിന്റ് ആക്കി കൊടുത്തു എന്നേ ഉള്ളൂ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കും മക്കളെ. ഗിവ് ദ റീസൺ ഫോർ ഫോളോയിങ്. നേരത്തെ പറഞ്ഞതുപോലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്ത് ഇവിടെ കൊടുത്തിട്ടുള്ളത്. Na+ is smaller in size than Na atom. Na-യേക്കാൾ Na+ എന്താണ് സ്മോളർ സൈസ് ആണ്. എന്തുകൊണ്ടാ? Na എന്ന് പറഞ്ഞാൽ 11 പറയുമ്പോൾ 1s2 2s2 2p6 and 3s1. ഓക്കെ അല്ലേ? അപ്പോൾ സോറി 11 ആണല്ലേ. 1s2 2s2 2p6 മതി. 2p6 3s1 ഇതല്ലേ 11 ഓക്കെ അല്ലേ. Na+ ആകുമ്പോൾ ഒരു ഇലക്ട്രോൺ പറയുമ്പോൾ 1s2 2s2 2p6, അതായത് നമ്മളെന്താ നിയോണിൻ്റെ കോൺഫിഗറേഷനായി, ഒരു ഇനേർട്ട് ഗ്യാസിൻ്റെ കോൺഫിഗറേഷനായി അവിടുന്ന് ഒരു ഇലക്ട്രോൺ, അതായത് ഫുൾഫിൽഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഒരു ഇലക്ട്രോണെ റിമൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ ഡിഫിക്കൽട്ടായിരിക്കും. അതിൻ്റെ അട്രാക്ഷൻ വളരെ എന്തായിരിക്കും, കൂടുതലായിരിക്കും അല്ലേ. ഇവിടെ നോക്ക്, അട്രാക്ഷൻ കൂടുതലായിരിക്കും, ഇലക്ട്രോൺ കുറവാ. അപ്പോൾ എന്താണ് ഇവിടെ എന്താ അട്രാക്ഷൻ, അതായത് ഇവിടെ നോക്ക്, അതായത് Na+ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഇലക്ട്രോൺ എന്താണ് കുറവാണ്. അപ്പം എന്തായിരിക്കും, ഇവ ഔട്ടർ മോസ്റ്റ് ഷെല്ലുമായിട്ടുള്ള ഇലക്ട്രോണിൻ്റെ, അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എന്താ ഒരു ബാലൻസ് കുറഞ്ഞു, അപ്പോൾ അവർ തമ്മിലുള്ള അട്രാക്ഷൻ കൂടും. അപ്പം എന്ത് സൈസ് എന്ത് ചെയ്യും, കുറയും. അടുത്തത് P ഫോം PCl5 while N cannot form NCl5. എന്തുകൊണ്ടാണ്? Pയും N എന്ന് പറഞ്ഞത് എന്താണ്, N-ഉം P എന്ന് പറഞ്ഞത് എന്താണ്, ഒരേ ഗ്രൂപ്പിലുള്ള ആളാണ്. അതിൽ Pക്ക് PCl5 ഫോം ചെയ്യുക, N-ന് NCl5 ഫോം ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, N എന്ന് പറയുന്നത് സെക്കൻഡ് പീരിയഡിൽ എന്തില്ല, ഡി ബ്ലോക്ക് എന്തല്ല, പ്രസന്റ് അല്ല. സോ എന്ത് ചെയ്യുക, അതിനെന്ത് ചെയ്യാൻ പറ്റില്ല, NCl5 ഉണ്ടാക്കാൻ പറ്റില്ല. വൈൽ ഫോസ്ഫറസിന് എന്താ, ഡി ബ്ലോക്ക് എന്താണ്, ഡി ബ്ലോക്ക് പ്രസന്റ് ആയതുകൊണ്ട് എന്ത് ഉണ്ടാക്കാൻ പറ്റും, PCl5 കോമ്പൗണ്ട് എന്ത് ചെയ്യുക, ഉണ്ടാക്കാൻ പറ്റും. The electron gain enthalpy of Cl is more negative than fluorine. ഫ്ലോറിനേക്കാൾ കൂടുതൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറഞ്ഞത് ക്ലോറിൻ എന്താണ്, കുറവാണ്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഡ്യൂ ടു ദ സ്മോൾ സൈസ് ഓഫ് ഫ്ലോറിൻ്റെ സ്മോൾ സൈസ് കാരണം എന്ത് ചെയ്യും, അതിലേക്ക് ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താണ്, ഡിഫിക്കൽട്ടി ആയിരിക്കും. വളരെ എന്തായിരിക്കും, സ്മോൾ സൈസ് ആയിരിക്കും. ഒരാളെയും കൂടി ആഡ് ചെയ്യാന്ന് പറഞ്ഞതാണ് അത്രത്തോളം പോസിബിൾ അല്ല. എന്നാൽ Cl-ലേക്ക് ഒരാളെയും കൂടി ആഡ് ചെയ്യാന്ന് പറഞ്ഞതാണ് കുറച്ചും കൂടി പോസിബിൾ ആണല്ലേ. അതാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് പീരിയോഡിക് പ്രോപ്പർട്ടി. ഡിഫൈൻ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ആൻഡ് വൈ ഇസ് ദ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഫ്ലൂറിൻ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് chlorine. So okay, it is a heat change when an electron is added to the outermost shell of an isolated gas. ഒരു ഐസൊലേറ്റഡ് ഗ്യാസ് ആയിട്ട് ഔട്ടർമോസ്റ്റ് ഷെല്ലിലേക്ക് ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ള ഹീറ്റ് ചേഞ്ച് അല്ലെങ്കിൽ എൻതാൽപ്പി ചേഞ്ചിനെ പറയുന്ന പേരാണ് എന്ത്, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. അടുത്ത ചോദ്യം എന്താ, ഫ്ലൂറിൻ്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ക്ലോറിനേക്കാൾ ലെസ് നെഗറ്റീവ് ആവാനുള്ള കാരണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാ, അതായത് ഞാൻ പറഞ്ഞു ഫ്ലൂറിൻ എന്താണ് സൈസ് കുറവാ, അതിലേക്ക് ഇലക്ട്രോൺ ആഡ് ചെയ്യൽ എന്താണ് ഡിഫിക്കൽട്ടി ആണല്ലോ, അതിലേക്ക് ആഡ് ചെയ്യൽ എന്താണ് ഡിഫിക്കൽട്ടി ആണ്. സോ എന്ത് ചെയ്യും, അതിലേക്ക് ആഡ് ചെയ്യാൻ അത്രത്തോളം താല്പര്യം എന്ത് ചെയ്യില്ല, അതിന് വരില്ല. അതുകൊണ്ടാണ് അതിൻ്റെ ചാർജ് നെഗറ്റീവ് ആവാനുള്ള കാരണം. സോ മക്കളെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് സ്റ്റേറ്റ് മോഡേൺ പീരിയോഡിക് ലോ
ചോദിക്കും, അല്ലെങ്കിൽ മോഡേൺ പീരിയോഡിക് ലോ ചോദിക്കുക, ലോ ഓഫ് ഒക്ടേവ്സ് ചോദിക്കുക, അല്ലെങ്കിൽ നമ്മുടെ പീരിയോഡിക് ലോ അല്ലേ, വേറൊരു പീരിയോഡിക് ലോയും കൂടി പറഞ്ഞിട്ടില്ല, ആ പീരിയോഡിക് ലോ എന്ത് ചെയ്യുക ചോദിക്കാം. മക്കളത് പ്രത്യേകം ശ്രദ്ധിക്കണം. മോഡേൺ പീരിയോഡിക് ലോ എന്ന് പറഞ്ഞാൽ എന്താ? ദ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഓൾ അറ്റോമിക് എലമെന്റ്സ്. സോ all elements are the periodic function of their atomic number എന്നാണ് പറഞ്ഞത്. മറ്റേ നമ്മുടെ പഴയ പീരിയോഡിക് ലോയിൽ എന്താ പറഞ്ഞിരുന്നത്? ഓൾഡ് പീരിയോഡിക് ലോയിൽ എന്താ പറഞ്ഞിരുന്നത്? കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലേ? ആ അറ്റോമിക് നമ്പർ എന്നുള്ളിടത്ത് അറ്റോമിക് മാസ് ആയിരുന്നു എന്ത് ചെയ്തിരുന്നത്? ഫിസിക്കൽ ഫംഗ്ഷനും കെമിക്കൽ ഫംഗ്ഷനെയും റിലേറ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദ മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ആറ്റം എലമെന്റ് ഈസ് ഫ്ലൂറിൻ. ഫ്ലൂറിൻ ആണ് എന്ത്? മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ആറ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, നെയിം എ സ്പീഷീസ് ദാറ്റ് വിൽ ബി ഐസോ ഇലക്ട്രോണിക് വിത്ത് നിയോൺ ആറ്റം. നിയോൺ ആറ്റത്തിനുമായിട്ട് ഐസോ ഇലക്ട്രോണിക് കാണിക്കുന്ന സ്പീഷീസ് എന്താ? ഐസോ ഇലക്ട്രോണിക് എന്ന് പറഞ്ഞാൽ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോണിന്റെ എണ്ണമാണ്. സോ ഫ്ലൂറിൻ എഫ് എന്ന് പറഞ്ഞാൽ 9 ഇലക്ട്രോൺ ഉണ്ട്, അതിലേക്ക് ഒരു മൈനസ് കൂടി ഇങ്ങനെ ഒന്നും കൂടി ഉണ്ടാവും, 10 ഇലക്ട്രോൺ. ഓക്കെ അല്ലേ? AR എന്ന് പറഞ്ഞാൽ 18 അല്ല. പിന്നെന്താ? O2 എന്ന് പറയുമ്പോൾ എത്രയാ? 8ഉം 2ഉം, അതായത് 10 അതെന്താണ് ഇവൾക്ക് കാണിക്കുന്നുണ്ട്. അടുത്തത് സോഡിയം 11, അതെന്തെയ്യുന്നില്ല? കാണിക്കുന്നില്ല. സോ ഇത് രണ്ടും അല്ല. ഫ്ലൂറിൻ ആൻഡ് O2 F- and O2 are the two isoelectronic species with neon atom. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്താ ചോദിക്കുക? വേരിയേഷൻ അലോങ് പീരിയഡ് ചോദിക്കുക, ഇലക്ട്രോനെഗറ്റിവിറ്റി ചോദിക്കാം, ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി, അയണൈസേഷൻ എന്താൽപ്പി പറഞ്ഞ പോയിന്റുകളൊക്കെ എന്ത് ചെയ്യുക നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചോദിക്കാൻ പറ്റുന്നതാണ്. സോ മക്കളെ ഇന്നത്തെ ലൈവ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യാണ്? സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. സോ നാളെ കൃത്യം 6 മണിക്ക്, രാവിലെ കൃത്യം 6 മണിക്ക് ബാക്കി വരുന്ന ചാപ്റ്റേഴ്സ്, ഇക്വിലിബ്രിയം ആയിക്കോട്ടെ, തെർമോഡൈനാമിക്സ് ആയിക്കോട്ടെ, റിഡോക്സ് റിയാക്ഷൻ ആയിക്കോട്ടെ, ആൻഡ് ലാസ്റ്റ് കെമിക്കൽ ബോണ്ടിങ്, ഈ 4 ചാപ്റ്ററും നാളത്തെ ഒരൊറ്റ ലൈവിലൂടെ, ആ മിന്നൽ ലൈവിലൂടെ എന്ത് ചെയ്യും? നമ്മൾ സെറ്റാക്കി എടുക്കാൻ പോവാണ്. അതോടുകൂടി നിങ്ങൾ കെമിസ്ട്രിയിൽ 60 എന്ത് ചെയ്യുക? നിങ്ങൾക്ക് കിട്ടിയിരിക്കും എന്നുള്ളത് ഉറപ്പ് ഞാൻ തരികയാണ്. സോ മക്കളെ, നാളെ കൃത്യം 6 മണിക്ക് ലൈവിൽ സാർ എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾക്ക് ഓരോരുത്തരുടെയും ആൻസേഴ്സ്, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ എന്ത് ചെയ്യും? ആ ലൈവിലൂടെ എന്ത് ചെയ്യും? ദൂരീകരിക്കാൻ പോവാണ്. സോ മക്കളെ സെറ്റാക്കിക്കോളി മക്കളെ. നാളേക്ക് ഇപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇപ്പം ഈ എടുത്ത 3 ചാപ്റ്റേഴ്സ് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക. കൃത്യമായിട്ട് പോയിരുന്ന് എന്ത് ചെയ്യുക? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് തന്നെ എന്ത് ചെയ്യണം? ഒന്നും കൂടി റിവൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? പെട്ടെന്ന് മക്കൾ എന്ത് ചെയ്യുക? ഒരു 9:30 10 ഒരു 10:30 മാക്സിമം മക്കൾ എന്ത് ചെയ്യണം? കിടക്കണം, നിർബന്ധമായിട്ടും കിടക്കണം. എന്നിട്ട് രാവിലെ ഒരു 3 മണിക്കോ ഒരു 3:30 എന്ത് ചെയ്യുക? ഒന്ന് എണീറ്റിട്ട് നമ്മുടെ ലൈവിന് വേണ്ടിയിട്ട് അതിന് മുമ്പ് എന്ത് ചെയ്യുക? നമ്മൾ ഈ എടുക്കാൻ പോകുന്ന 4 ചാപ്റ്റേഴ്സ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ക്ലാസ്സിലിരിക്കുക. അപ്പോൾ മക്കൾക്ക് സെറ്റായിട്ട് എന്ത് ചെയ്യുക? ആ ചാപ്റ്റേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാൻ പറ്റും മക്കളെ. സോ സെറ്റല്ല മക്കളെ നാളെ കൃത്യം 6 മണിക്ക് നമുക്ക് എന്ത് ചെയ്യുക? മിന്നൽ ലൈവിൽ കാണാം. സോ അതുവരേക്കും ബൈ മക്കളെ, ബൈ.